ഹലോ ഗൈസ്, അൺപ്ലഗ്ഡ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ വളരെയധികം നമ്മളെ ബഹുമാനിക്കുകയും നമ്മുടെ മലയോര മേഖലയിലെ ഒരു IAS റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കൂടിയായ അടൂരിൻ്റെ സ്വന്തം AB ഇബ്രാഹിം IAS സാറിൻ്റെ കൂടെയാണ്. സർ, വെൽക്കം ടു ദ ഷോ. വെൽക്കം, താങ്ക് യു. സർ, താങ്കളുടെ പേരിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും AB ഇബ്രാഹിം അടൂർ എന്ന് തന്നെ അതൊരു നെറ്റിപ്പട്ടം പോലെ സാറ് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാറുണ്ട്. എങ്ങനെ ആ ഒരു അടൂരും ആ നാടുമായിട്ടുള്ള ഒരു... ഞാൻ ജനിച്ചു വളർന്ന അടൂരിൽ വെച്ചാൽ ഏറ്റവും പിന്നോക്ക ഡിസ്ട്രിക്റ്റായ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും പിന്നോക്ക പ്രദേശമാണ് അടൂർ. എനിക്കിപ്പോഴും ഓർക്കുന്നത് 1979 ഏറ്റവും അവസാനമായി എൻറ്റയർ കേരളയിൽ കരണ്ട് വന്നതിൽ അടൂരാണ് അവസാനത്തെ പഞ്ചായത്ത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പിന്നോക്കമുള്ള പഞ്ചായത്ത് അടൂർ എന്നായി. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്ത് അപ്പോൾ കരണ്ടില്ല, ഒന്ന് വെള്ളം പോയേക്ക് പാലമില്ല. ഇപ്പോഴും തോണിയിൽ വന്ന ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. എപ്പോഴും ഒരിക്കൽ ബസ് അപ്പ് തുടങ്ങിയ SLC ഉണ്ട്, ആ സമയത്ത് തുടങ്ങിയ ബസ്. അപ്പോൾ ഇത്ര ഒരു പിന്നോക്ക പ്രദേശത്ത് നിന്ന് വന്ന ഞാൻ അൽഹംദുലില്ലാ പഠിച്ച് വളർന്ന് എല്ലാവരുടെയും അനുഗ്രഹത്തിൽ നന്നായി പഠിച്ച് ഇത് നല്ല സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ ആ കാരണമെന്ന അടൂറും അടൂരിൻ്റെ സ്കൂളും അടൂരിൻ്റെ ആ ചുറ്റോടെ ഇന്ന് ഞാൻ കാത്തുസൂക്ഷിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എപ്പോഴും ഞാൻ ഏത് സ്ഥാനത്തും ഏത് ഉയർത്തലുണ്ടാവും അപ്പോഴും ഞാൻ ആലോചിക്കും, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഇത്രയൊരു കുഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വന്നവന് ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ചാലഞ്ചസും ഉള്ള ആൾക്കാർ ഇന്നും ഉണ്ട്. ഈ 50 കൊല്ലം കഴിഞ്ഞിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലം കഴിഞ്ഞ ശേഷം ഇന്നും ഞാൻ ജനിച്ചു വളർന്നിട്ടുണ്ടാകുമ്പോൾ അതേ സാഹചര്യം ഇപ്പോഴും പലയിടത്തും ഉണ്ട്. കറണ്ടില്ലാത്ത ഒരു മാറ്റവുമില്ല. കറണ്ടില്ലാത്ത സ്ഥലം, ബസ്സില്ലാത്ത സ്ഥലം, 5-8 മൈൽ പോയി നടന്നുകൊണ്ട് പോകേണ്ട സ്ഥലം ഇന്നും കേരളത്തിലുണ്ടാവില്ല, പക്ഷേ കർണാടകത്തിലെ പല സ്ഥലങ്ങളിലും പലയിടത്തും ഉണ്ട്. ഇന്ത്യയിലൊട്ടാകെ അങ്ങനെയുള്ള പല കുഗ്രാമങ്ങൾ ഇന്നുമുണ്ട്, നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും അന്ന് പാലമില്ല, ബസ്സില്ല, സ്കൂളുകൾ, ഹയർ സെക്കൻഡറികളില്ല. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ IASനോടുള്ള ഒരു താല്പര്യം അതെങ്ങനെ ഉണ്ടായി മനസ്സിൽ? സാധാരണ ആ സമയത്ത് എല്ലാവരും കളിക്കുക, തോട്ടത്തിൽ പോവുക, അങ്ങനത്തെ, പിന്നെ അല്ലെങ്കിൽ ഗൾഫിൽ പോവുക. അപ്പോൾ വിദ്യാഭ്യാസത്തിനോടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലേക്കുള്ള ആ ഒരു ത്വര അതെങ്ങനെയായിരുന്നു സാർ? ഇത് എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള എനിക്കൊരു ഉത്തരവില്ല. പക്ഷേ എൻ്റെ ഉപ്പ മമ്മിയാജി 1953 കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അന്നേരം ഞാൻ ഒരു ലെറ്റർ ഹെഡ് കണ്ട് ഉപ്പാൻ്റെ 1953. ആ ലെറ്റർ ഹെഡിലുണ്ട് BS ഹാജി മുഹമ്മദ്, അടൂർ വില്ലേജ്, സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ്, എന്നിട്ട് മദ്രാസ് ഗവൺമെൻറ്, ആ ഒരു പ്രൊവിഷൻ്റെ അങ്ങനത്തെ മദ്രാസ് ഗവൺമെൻറ്റിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഉപ്പാക്ക് അന്ന് തന്നെ ചിലപ്പോൾ പഠിപ്പിക്കണം മക്കളെ, എല്ലാവരും തോട്ടവും കാശുണ്ടാക്കലും ഇതൊക്കെ ആ പൈസ ഉണ്ടാക്കലും ഇതിനുള്ള ആ ഒരു തത്രപ്പാടിൻ്റെ ഇടയിൽ ഇയാൾ കുറേ അധ്വാനിച്ച് പഠിപ്പിച്ചല്ല. എല്ലാവരും 10 മക്കളുണ്ടാകുമ്പോൾ ഞങ്ങൾ പലരും 1-2 പേര് സ്കൂളിലും 1-2 പേരും കോളേജിൽ എപ്പോഴും ഉണ്ടാവും. അതന്നെ. അപ്പോൾ എനിക്കിപ്പോഴും ഞങ്ങളെല്ലാവരും ഓർക്കുന്നത്, ഞങ്ങൾ ജ്യേഷ്ഠന്മാർ ഒത്തുചേർന്നപ്പോൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജിലെ ഹോസ്റ്റലിലെ ഫീസ് കെട്ടാൻ വേണ്ടി 100 രൂപയ്ക്ക് പലയിടത്തും ഇങ്ങനെ പോകും. ആ ഒരു ബുദ്ധിമുട്ട്. അപ്പുറത്തെ ബുദ്ധിമുട്ട് ഇപ്പോൾ അന്ന് എല്ലാത്തിനും ക്ഷാമമുള്ള കാലം. ഇത് ഇന്നിപ്പോൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അരിക്ക് ക്ഷാമം. അപ്പോൾ കൊള്ളിക്കേങ്ങ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, കപ്പ, ഇത് തിന്നുകൊണ്ടിരുന്ന ഒരു കാലം. അത് 75 അത് ആർക്കും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഉൾക്കൊള്ളാനും പറ്റില്ല. ഇല്ല ഇപ്പോൾ ഒരു ക്ഷാമവും ഇല്ലാതൊരു കാലം ഇപ്പോൾ. അപ്പോൾ കൊള്ളിക്കേങ്ങും കപ്പയും ഗോതമ്പത്തിൻ്റെ ദോശയും ഇതെല്ലാം തിന്നുകൊണ്ടിരുന്ന ഒരു കാലത്തിനെ ഇപ്പോൾ ഞങ്ങളുടെ ഈ പുതിയ തലമുറക്കൊന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാനും തോണിയിൽ കടന്നുകൊണ്ട് നമ്മൾ വന്നുകൊണ്ടായിരുന്നില്ലെങ്കിൽ ആർക്കും മനസ്സിലാകാര. ആ തോണിയിൽ ചിലപ്പോൾ 6 മണി കഴിഞ്ഞാൽ തോണിയില്ല, 10 പൈസേൻ്റെ തോണി, അത് ഏറ്റവും വെള്ളം വന്നിട്ട് നമുക്ക് 5 ഉറുപ്പിൻ്റെ തോണി ഒരിക്കൽ കടക്കാൻ, ഇങ്ങനെയുള്ള എല്ലാം സെറ്റപ്പ് പറഞ്ഞാൽ. എന്നാലും ഈ തോണിയിലെല്ലാം പോകുന്നതിൽ അത്രയും റിസ്ക് തന്നെയാണ്. അതെ, ആ നിലക്കുള്ള ഇത് കരണ്ടില്ലാത്തയും തോണിയില്ലാത്തയും ഭക്ഷണമില്ലാത്തയും മീനില്ലാത്ത സമയം 6 മാസം ഭൗത്തും
മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ ആളില്ല, മീനില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ ജനിച്ചു വന്നു പഠിച്ചവന്റെ ശുക്രില്ല. അപ്പോൾ ആ ഒരു കാലം പഠിച്ച ആ കഷ്ടം നമ്മൾ എപ്പോഴും ഇന്നും ഓർക്കുന്നു. ഞാൻ മംഗലാപുരത്തെ കലക്ടറായപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും പ്രധാനമന്ത്രിൻ്റെ കൂടെ എനിക്ക് അവരെ സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോഴും എൻ്റെ ബാക്ക് ഓഫ് മൈ മൈൻഡ് തന്നെ ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരു കുഗ്രാമത്തിൽ നിന്ന് ഇവരുടെ കൂടെ ഞാൻ സ്റ്റേജ് ഷെയർ ചെയ്യുന്നില്ല. അതൊരു ശുക്ർ. അപ്പോൾ ഉപ്പ ആയിൽ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച്, കുറേ സ്വത്തും മുതലൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നല്ല വിദ്യാഭ്യാസം എല്ലാവരും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം കുറച്ച് അത്യാവശ്യം എല്ലാവർക്കും നന്നായി പഠിക്കാനും മൂത്തയച്ചാക്കും പോറുള്ളൂ. അപ്പോൾ അമേരിക്കയിൽ പോകാനും അത് ഇതെല്ലാം ജ്യേഷ്ഠനെല്ലാം ആ നിലക്ക് എല്ലാവരും ചോദിക്കും. എന്തുകൊണ്ട് ഈ ചോദ്യം എല്ലാവരും ചോദിക്കും. ഞങ്ങൾ ഇങ്ങനത്തെ ഈ അടൂർ പോലത്തെ അടൂറിനെ അറിയുന്ന ആൾക്കാർ ചോദിക്കും, ഇതെങ്ങനെ നിങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചു കയറി, ഇതെങ്ങനെ ഇതായി. അപ്പോൾ ഇത് ഞങ്ങൾ പഠിച്ച മാത്രമല്ല, അതിന് ആ പഠിപ്പിനെ ഞങ്ങൾ എല്ലാവരും ജ്യേഷ്ഠന്മാരും എല്ലാവരും ആ സ്കൂളുമായി ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നു, കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു ഓർമ്മ, ആ സ്കൂൾ. അപ്പോൾ എൻ്റെ മൂത്തച്ഛ അവിടെ ഒരു സ്റ്റേജ് കെട്ടി, വേറെ സ്കൂളിൽ നിങ്ങൾ അത്യാവശ്യത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സ്കൂളിലേക്ക് എപ്പോഴും ഒരു ഞങ്ങൾക്ക് വന്ന വഴി മറന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ഓർമ്മ എപ്പോഴും അത് എപ്പോഴും മനസ്സിലുണ്ടാവും. വന്ന വഴി മറന്നിട്ടില്ല എന്ന്. അത് അപ്പോൾ സ്കൂളിൽ കിട്ടുക, അവിടെ ലൈബ്രറി കെട്ടി ആ ലൈബ്രറിയിലേക്കുള്ള ഒരു സഹായം ചെയ്ത്, പിന്നെ ഇപ്പോൾ ചെറിയൊരു സ്കോളർഷിപ്പ് എല്ലാ കൊല്ലവും ഒരു നല്ല ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിൽ ഒരു സ്കോളർഷിപ്പ് ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ഇപ്പോൾ ഒന്നും ചെറിയ കാശായിരിക്കും, പക്ഷേ പൈസ ആയിട്ടുണ്ടാവും. അത് ഒരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കോളേജിൽ ഞാൻ അവിടുന്ന് പഠിച്ച് നല്ല വളർന്ന് നല്ല ഏറ്റവും നല്ല കുട്ടിക്ക് 50% അഡ്മിഷൻ കൊടുക്കും. ഈ കോളേജിൽ അടൂറിലെ ഒരു കുട്ടിക്കും പാണ്ടിയിലത്തെ ഒരു കുട്ടിക്കും സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്കും അതുപോലെ തന്നെ നമ്മളെ അടൂരിലെ ജമാഅത്തിൽ മഹലിൽ പഠിച്ച ഒരു കുട്ടിക്കും ഇതുവരെ മൊത്തം ഫ്രീ കൊടുത്തെങ്കിൽ എന്താണെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ കീച്ചിട്ട് പോന്നു. അപ്പോൾ ഓർക്ക പൈസന്റെ ഒരു മൂല്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ കുറച്ച് ഒരു കെട്ടിട്ട് 50% ഒരു കെട്ടിട്ട് 50% ഫ്രീ ഏറ്റവും നല്ലൊരു കുട്ടിക്ക്. അപ്പോൾ ഒരു കൊല്ലങ്ങൾ ഒന്ന് പഠിച്ച് ഈ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചെങ്കിൽ 100% ജോബ് അഷ്യൂറാണ് ഉറപ്പായിട്ടും. അപ്പോൾ ആ നിലക്ക് ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം എന്നത് അതാണ് ഏറ്റവും അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന്. പിന്നെ വിദ്യാഭ്യാസത്തിന് എഡ്യൂക്കേഷന് ഒരു ഇമ്പോർട്ടൻസ് ഏത് സ്ഥലത്ത് എവിടെ എത്തിയെങ്കിലും ഇന്ന് ഞങ്ങൾ ഇരുന്നാണ്. ഇതെല്ലാം ചെറിയൊരു ഇതാണ്. ഇപ്പോൾ അത് ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തി ആയെങ്കിലും സത്യൻ നാരദല്ല ആയെങ്കിലും ഇല്ലെങ്കിൽ വേറെ മൈക്രോസോഫ്റ്റിൻ്റെ ചീഫ്, ഇങ്ങനെയുള്ള പലരും അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോയി നോക്കിയെങ്കിൽ ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ. അത് അബ്ദുൽ കലാം ആയെങ്കിലും ഇതേ ഇങ്ങനെയുള്ള കഷ്ടപ്പെട്ട ഒരു ആലിമിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആൾ. അപ്പോൾ ഇങ്ങനെയുള്ള പലരും പല സ്ഥാനത്ത് എത്തിപ്പെട്ട അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയെങ്കിൽ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് നല്ലൊരു മൈൽ സ്റ്റോണിന്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് ജേർണി കാണാം. ഒന്ന്. രണ്ടാമത് കന്നഡത്തിൽ പറയും ശിക്ഷണവേ ശക്തി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് അതിൻ്റെ എല്ലാത്തിനേക്കാളും എല്ലാം. മലയാളത്തിൽ വിദ്യാധനം സർവധനാൽ പ്രധാനം. അങ്ങനെ അതാണ് അത്. അങ്ങനെയുള്ള അത് എപ്പോഴും അത് എന്നും നഷ്ടപ്പെടുന്നില്ല, എപ്പോഴും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ് അത്. എല്ലായിടത്തും മലയാളത്തിലുമുണ്ട്, കന്നഡത്തിലുമുണ്ട്, ഇസ്ലാമിലുമുണ്ട്. എങ്ങനെ വെച്ചാൽ ഇതൊരു ജാരിയായ സദക്കയിൽപ്പെടും വിദ്യാഭ്യാസം. അതെ, ഈ അറിവ്. അപ്പോൾ സാറ് ഏതെങ്കിലും സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞാനൊരു IAS കാരനാവും, ഒരു കളക്ടറായി എത്തിപ്പെടുമെന്നൊരു സ്വപ്നങ്ങൾ പോലും ഉണ്ടായിരുന്നു സാർ? ഇല്ല, സ്കൂളിലുള്ള ആ സമയത്തൊന്നും അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു അങ്ങനത്തെ ഒരു എന്തെങ്കിലും നല്ലൊരു ഇതിൽ ചേർന്നല്ലാണ്ട് IAS എല്ലാം കിട്ടുന്നൊരു കിനാവിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഏതെങ്കിലും ഇങ്ങനൊരു ഗവൺമെൻറ് സർക്കാർ സർവീസ് ജോയിൻ ആണോ ആദ്യം സ്കൂളിലുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ലോയർ ആണോ ഒരു ആഗ്രഹമായിരുന്നു ആദ്യം. അപ്പോൾ സ്കൂളിലെത്തിയിട്ട് കോളേജിലെത്തിയാകുമ്പോൾ അതിൽ പലരും എൻ്റെ പ്രത്യേകിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞു എന്തുകൊണ്ട് നീ ഇങ്ങനെ ഒരു സിവിൽ സർവീസിന് ട്രൈ ചെയ്തുകൂടാന്ന്. ആ നിലക്ക് ഞാൻ സിവിൽ സർവീസിന് ഞാൻ അപ്പിയർ ചെയ്തു. അപ്പോൾ ഈ പഠിച്ച എനിക്കൊരു ഒരു സന്തോഷം വെച്ചാൽ പഠിച്ച എല്ലാത്തിലും എനിക്ക് അവിടെ പഠിച്ചു വന്ന അനുഗ്രഹത്താൽ ഒരു എക്സാം ഞാൻ ഫെയിലായിട്ടില്ല. അത് ഒന്ന് ഞാൻ
കർണാടകത്തിൽ KS എഴുതി. ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ഫസ്റ്റ് റാങ്കോടെ തഹസിൽദാർ സ്ഥാനം കിട്ടി. അപ്പോൾ നമുക്ക് നാട്ടിൽ അപ്പോഴത്തെ സിറ്റുവേഷനിൽ തഹസിൽദാർ പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയും. തഹസിൽദാർ, കലക്ടർ, IAS, IPS എന്നെല്ലാം അറിയും. അന്നേരം അറിഞ്ഞുകൊണ്ടിരുന്ന ഉഗ്രാണി, ചേനപ്പർ, അല്ലെങ്കിൽ പട്ടേലർ, അങ്ങനെ ഒരു മണേകാരർ, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ RI എന്ന് പറയും, റവന്യൂ ഇൻസ്പെക്ടർ. ആ ലെവലിൽ നമുക്കുള്ള ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ. പോലീസിൽ പോയാൽ സബ് ഇൻസ്പെക്ടർ, പിന്നെ ഇല്ലെങ്കിൽ ഫോറസ്റ്റിൽ, അങ്ങനത്തെ ഈ ആ ഒരു പഞ്ചായത്ത് ലെവല് ഇല്ലെങ്കിൽ ഗ്രാമ ലെവലിലുള്ള ഓഫീസറിനെ പറ്റി മാത്രമേ നമുക്ക് അറിഞ്ഞുള്ളൂ, ധാരണയുള്ളൂ, അത് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ പിന്നെ ടിവിയും സോഷ്യൽ മീഡിയ എല്ലാം പലർത്തും പല പൊസിഷന്റെ എല്ലാം ആൾക്കാർക്ക് അറിയാൻ. അന്നേരം അത്രേ ഉണ്ടായിരുന്നല്ലോ. ഏത് ചെറിയ മാക്സിമം റവന്യൂല് മണേകാരൻ, റവന്യൂ ഇൻസ്പെക്ടർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തല്ലും കുത്തുവായെങ്കിൽ സബ് ഇൻസ്പെക്ടർ, അത്ര മാത്രം ആ ലെവലിലുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചു ഒരു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ അൽഹംദുലില്ലാഹ് തഹസിൽദാർ പോസ്റ്റ് കിട്ടി. അടുത്ത പ്രാവശ്യം കർണാടകത്തിൽ അസിസ്റ്റന്റ് കമ്മീഷൻ എന്ന് പറയും, കേരളത്തിൽ RDO എന്ന് പറയും. ആ അടുത്ത കൊല്ലം RDO കർണാടകത്തിൽ കിട്ടി. അത് ഞങ്ങൾക്ക് കാസർഗോഡ് പഠിച്ചപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രശ്നം എപ്പോഴും വരും. കാസർഗോഡ് പഠിക്കുന്ന ആൾക്ക് ഒന്ന് കന്നഡയിലും എക്സ്പേർട്ട് ആവില്ല, പിന്നെ ഒന്ന് മലയാളത്തിലും എക്സ്പേർട്ട് ആവില്ല, പിന്നെ വേറെ ഇംഗ്ലീഷായി വേറെ പലർത്തും മുണ്ടുമ്പോൾ തുളു വരും, കുറേ ആൾക്ക് കൊങ്കണി വരും, കാസർഗോഡ് അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഉറുദു വരും. ഇങ്ങനെ അഞ്ചെട്ട് ഭാഷ പറയുമ്പോൾ എല്ലാം ഒരു ഭാഷയ്ക്ക് ഒരു ഭാഷ മിക്സ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതിൽ ഒന്ന് ലാംഗ്വേജിൻ്റെ ഫുൾ കമാൻഡ് കിട്ടില്ല ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ. നേരെ മറിച്ച് അതിലൊരു ബെനിഫിറ്റ് ആണെങ്കിൽ ഏത് ലാംഗ്വേജും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ പറ്റും. അതൊരു ബെനിഫിറ്റും ഉണ്ട് കാസർഗോഡ് ഭാഗത്തില്ല. അപ്പോൾ കന്നഡ ഈ 3-4 ഭാഷ അറിഞ്ഞെങ്കിൽ തമിഴ് മനസ്സിലാവും, തെലുഗും മനസ്സിലാവും, ഇങ്ങനെയുള്ള വേറെ മനസ്സിലാവും, കൊടക് മനസ്സിലാവും ഭാഷ. ഇങ്ങനെ അതൊരു മെച്ചമുണ്ട് കാസർഗോഡിൻ്റെ ഇത്. ആ നിലയ്ക്ക് ഞാൻ കാസർഗോഡ് പലപ്പോഴും പറയാറുണ്ട്, നീ കേരളത്തിലും അല്ല, അങ്ങ് കർണാടകത്തിലും അല്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴും അത് പലരും പറയും ഇത്. അപ്പോൾ ഞാൻ കാസർഗോഡിലുണ്ട് കർണാടകത്തിൽ കന്നഡ പഠിച്ചതുകൊണ്ട് ഞാൻ കന്നഡ മീഡിയമിൽ പഠിച്ചതാണ്. അന്നേരം കന്നഡ മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടൂർ സ്കൂളിൽ. അതുകൊണ്ട് അപ്പോൾ അതൊരു ബെനിഫിറ്റായി ആ കന്നഡ പഠിച്ചതുകൊണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ കർണാടകത്തിൽ KS എഴുതി. നേരെ വെച്ച് കാസർഗോഡുള്ളതും ഞാൻ കേരളത്തിലും RDO പരീക്ഷയ്ക്ക് എഴുതി. അത് ഇപ്പോൾ അതിന് കഴിഞ്ഞ കൊല്ലം KS എന്ന് പറഞ്ഞു കേരളത്തിൽ. അന്നേരം RDO എക്സാം എന്ന് പറഞ്ഞിരുന്നു. അതൊരു 10 കൊല്ലം 15 കൊല്ലത്തേക്ക് ഒരു പ്രാവശ്യം ചെയ്തിരുന്നു. ആദ്യത്തെ 1969 എക്സാം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ 1978 മൂന്നാമത്തെ 1989 അങ്ങനെ എപ്പോഴും ഒരു പ്രാവശ്യം അവർ റിക്രൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ നിലക്ക് 1989 എക്സാമിൽ ഞാൻ അപ്പിയർ ചെയ്ത് അതിൽ അൽഹംദുലില്ലാഹ് ഞാൻ കേരളത്തിലും എനിക്ക് പോസ്റ്റിംഗ് കിട്ടി, RDO ആയിട്ട് സെലക്ഷനായി. അപ്പോൾ അന്നേരം ഞാൻ കർണാടകത്തിൽ ഒരു 4-5 കൊല്ലം പണിയെടുത്തിരുന്നു. ഈ നിലക്ക് കേരളത്തിൽ എനിക്ക് വടകരയിൽ കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയിൽ എനിക്ക് ഈ RDO പോസ്റ്റ് കിട്ടി. എൻ്റെ കൂടെ 2 പേര് കാസർഗോഡ് നിന്ന് വേറെ ഉണ്ടായിരുന്നു. ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, പിന്നെ ഗോപാലകൃഷ്ണ ഭട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടായിരുന്നു. അവർ 2 പേരും കാസർഗോഡ് RDO ഒക്കെ ആയിരുന്നു. പിന്നെ ഗോപാലകൃഷ്ണ ഭട്ട് വയനാട്ടിലെ കലക്ടറായിരുന്നു, ശശിധരന് മിനിസ്റ്ററുടെ PS ഇങ്ങനെ പല പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് കാസർഗോഡ് നിന്ന് പോയവരാണ് ആ സെലക്ഷന്. അപ്പം ഞാൻ കേരളത്തിലെ പോസ്റ്റിന് ഞാൻ ജോയിൻ ചെയ്തില്ല. അപ്പോൾ കർണാടകത്തിൽ തന്നെ തുടർന്ന് ഇൻ ബിറ്റ്വീൻ ഞാൻ UPSC സിവിൽ സർവീസ് എക്സാമിൽ സെലക്ഷൻ ആയതിൽ എനിക്ക് ഗോവയിൽ RDO പോസ്റ്റിംഗ് കിട്ടി. അതായത് ഞാനൊരു 2 വർഷം വർക്ക് ചെയ്ത് പിന്നെ ഗോവയിൽ ആ ചുറ്റുപാടും അതൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ ഞാൻ തിരിച്ച് കർണാടകയിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും കർണാടകത്തേക്ക് തന്നെ വന്നു. കേരള, കർണാടക, ഗോവ ഈ മലബാർ കോസ്റ്റിലെ വെസ്റ്റേൺ കോസ്റ്റിലെ 3 സ്റ്റേറ്റിലും ജോലി ചെയ്യാനുള്ള പണിയെടുക്കാൻ ഒരു അവസരം കിട്ടിയെന്നില്ല. സോ ഞാൻ കർണാടകത്തിൽ തന്നെ ജോലിയിൽ തുടർന്ന്. അപ്പോൾ ആ നിലക്ക് ഐ എം ഹാപ്പി ആൾസോ ദറ്റ് ഐ ഹവ് ടേക്കൺ അപ്പ് ഇൻ ദി പോസ്റ്റ് ഇൻ കർണാടക.
കമ്പയർ വിത്ത് കേരളയിലോ ഇല്ലെങ്കിൽ ഗോവയിലോ അത് തന്നെ അധികം കൂടുതൽ കാലം സർവീസ് ചെയ്തത് സാറ് കർണാടക ബേസ്ഡ് തന്നെ. അതെ. അത് അത്രയ്ക്കും കർണാടക അത്രയ്ക്കും ഇമോഷണലി കണക്ഷൻ കൂടി ഇല്ല, ഇമോഷണലി അങ്ങനെ ടച്ച് ഒന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കാസർഗോഡ് കർണാടകയിൽ ചേരണമായിരുന്നു 1956 ആയിൽ. എനിക്ക് എപ്പോഴും പലപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് വെച്ചാൽ കാസർഗോഡിലെ കൾച്ചർ അതന്നെ എല്ലാം നോക്കി വെച്ചാൽ കേരളത്തിൻ്റെ കൾച്ചറിനേക്കാളും തേങ്കെട്ടൊന്നും ഒഴികെ ബാക്കി എല്ലാ കൾച്ചറിലും അത് യക്ഷഗാനായെങ്കിലും വേറെ ഒന്നെങ്കിലും തുളുവ ഭാഷ കണക്റ്റഡ് ആണ്. കന്നഡ കൃഷിയിൽ അടക്ക കൃഷിയാണെങ്കിലും ഇങ്ങനെയുള്ള കൃഷിയെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഇത് കർണാടകത്തിലായിട്ട് കൂടുതൽ കോഴിക്കെട്ട് എന്തുമില്ല നാട്ടിൽ നടക്കുന്ന ഒരു കോഴിക്കെട്ടിൻ്റെ വിഷയം വന്നെങ്കിൽ അത് കാസർഗോഡൊക്കെ നേരത്തെ എല്ലാവരും ഉണ്ടായിരുന്ന കന്നഡയിലാണ്. ഇപ്പോഴും പല ഡോക്യുമെന്റും കന്നഡയിലാണ്. സബ് രജിസ്ട്രാർ ഓഫീസോടൊക്കെ ഇതൊക്കെയാണ്. അതന്നെ പഴയ ആധാരങ്ങളൊക്കെ പഴയ ആധാരം പുതിയ ആധാരവും ഉണ്ട്. അപ്പോൾ കാസർഗോഡ് കൾച്ചറലി കർണാടകമായിട്ട് കൂടുതൽ ഒരു സാമ്യതയും അടുപ്പമുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നമ്മളെ അടൂർ പഞ്ചായത്ത്, ദേലമ്പാടി, ബദിയടുക്ക, കുമ്പള ഇങ്ങനെയുള്ള അപ് ടു മഞ്ചേശ്വരം വഴി ഈ ഒരു ഭാഗം കോസ്റ്റൽ ഇളക്കിയങ്ങ് കൂടുതൽ കർണാടകമായിട്ട് ഇന്നും ആ ഒരു ബന്ധം അതങ്ങനെ തന്നെ പോകുന്നു, തുടർന്നു പോകുന്നത്. ആ നിലക്ക് ഒന്ന്. രണ്ട്, ഞാൻ പലപ്പോഴും പലരും പറയാറുണ്ട്, ഇത് നമുക്ക് തിരുവനന്തപുരം 680-700 കിലോമീറ്റർ ദൂരം, ബാംഗ്ലൂർ പോയി വരുന്നത്ര ദൂരം, പോയി വരാനുള്ള അത്തരത്തിൽ ദൂരം അത്തരം തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക്. അപ്പോൾ പലപ്പോഴും ആ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഡിസ്ട്രിക്ട് ആകുമ്പോൾ മോർ കംഫർട്ടബിൾ ആണ്. അതിനേക്കാളും സൗത്തിൽ പോയെങ്കിൽ അത്ര ഒരു കംഫർട്ടബിലിറ്റി ഇല്ല. നേരെ മറിച്ച് കർണാടകത്തിൽ ഇപ്പോൾ പല ഡിസ്ട്രിക്റ്റുകളും മംഗലാപുരം, കൊടക്, ശിവമൊഗ്ഗ, ചിക്കമംഗളൂർ ഇങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റും കാസർഗോഡ് ഡിസ്ട്രിക്റ്റും ഒക്കെ ആൾമോസ്റ്റ് ഒരു സെയിം ആണ്. അവിടെയുള്ള ആ നിലക്ക് ഇറ്റ് വിൽ ബി ആ റിലാക്സ്ഡ് ഫീലിംഗ് കർണാടകയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആണ്. മാംഗ്ലൂരിലുണ്ടായിരുന്ന കളക്ടറായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സാർ? നമ്മളെ നാടും കൂടിയല്ലേ. ഇല്ല, മംഗലാപുരത്ത് അപ്പോൾ കളക്ടറായ നിലക്ക് പലപ്പോഴും ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ IAS സ്റ്റാർട്ടിങ് പോയിന്റ് RDO ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് IAS വളരെ അപൂർവമാണ്. നേരത്തെ നമ്മുടെ ചെറുക്കളത്തൊരു ഇല്ലെന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇർണി റായർ എന്നൊരു അയാൾ കർണാടകത്തിലെ കളക്ടറായിരുന്നു. അവരുടെ ബ്രദറൊക്കെ അവരിപ്പോൾ കുംബ്ലയിലുണ്ട്. ഡോക്ടർ ഇർണി റായറും അതുണ്ട്. അയാൾ കർണാടകത്തിലെ കളക്ടറായിരുന്നു. ആ ഭാഗത്തു നിന്നുള്ള കളക്ടറായിട്ട് നേരത്തെ അറിയപ്പെടുന്ന ഒരാളേ ഉള്ളൂ. അയാളുടെ ബ്രദർ പിന്നെ ഇയാൾ കക്കില്ലായിരുന്നു. അയാൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ 1952 ഫസ്റ്റ് പാർലമെൻറ്റിൽ MP ആയിരുന്നു. പിന്നീട് വിട്ല ബൺട്വാളി ഭാഗത്തെ MLA ഒക്കെ CPI അതിൻ്റെ ലീഡറായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ചെറുക്കളത്ത് നിന്ന് കുറച്ചുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ ഇല്ലെന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഒരു IAS ഓഫീസറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കടന്ന് 1992 നഗ്മ മലിക് IFS ഫോറിൻ സർവീസിൽ. ആ നിലക്ക് IAS ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിൽ ആദ്യത്തെ 4 കൊല്ലം RDO ലെവലിൽ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് അല്ലെങ്കിൽ നമ്മളെ ഡെപ്യൂട്ടി കളക്ടർ എന്ന നിലക്ക് 4 കൊല്ലം തൊട്ട് 16 കൊല്ലം വരെ ഉള്ള സമയത്ത് കളക്ടർ സ്ഥാനത്ത് ഇതാവാം. ഇത് 16 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി സ്ഥാനത്തെത്തും. 16 തൊട്ട് 24 വരെ. 24 മീത്തെ പോയാൽ പിന്നെ ചീഫ് സെക്രട്ടറിയും ആ ലെവലിലെത്തും. അപ്പോൾ ഈ 30-35 കൊല്ലത്തെ സർവീസിൽ എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു പോസ്റ്റ് പറഞ്ഞു കളക്ടർ. എക്സാക്ട്ലി. അപ്പോൾ കളക്ടറിന് മീത്തെ പോയെങ്കിൽ ആൾക്കാർ അയാൾ എന്ത് ചെയ്ത് അവിടെ എങ്ങനെ ജോലി ചെയ്യുന്ന ആരും അന്വേഷിക്കില്ല. എല്ലാവരും പൊതുവെ IAS ഇങ്ങനെയുള്ള പോസ്റ്റിന് അറിയപ്പെടുന്നത് കളക്ടർ. അത് ആൾമോസ്റ്റ് ലൈക്ക് ഒരു ഏതൊരു ജില്ലയുണ്ട് ആ ഡിസ്ട്രിക്റ്റുണ്ട്, ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രിൻസ് പോലത്തെ സ്ഥാനം. ഒരു രാജാവല്ല, ഒരു യുവരാജാവ് എന്ന് പറഞ്ഞത് എല്ലാത്തിനും തൊട്ടേനും എല്ലാത്തിനും പിടിച്ചതിനും എല്ലാത്തിനും ആവശ്യമുള്ള ഒരു പോസ്റ്റ് ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടെങ്കിലും ലാസ്റ്റ് എത്തുന്നത് കളക്ടറിൻ്റെ. അപ്പോൾ ഈ കളക്ടർ ഇത് എപ്പോഴും എല്ലാവരും ചോദിക്കും, നീ ചോദിച്ചതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന
ചോദ്യം കലക്ടറിൻ്റെ സ്ഥാനം എങ്ങനെയുണ്ടായിരുന്നു, എന്തായിരുന്നു, അങ്ങനെ ദിവസം പത്രത്തിലും അതിലും ആദ്യത്തെ എല്ലാത്തിലും കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഉള്ള ഒരു സ്ഥാനമാണ് കലക്ടർ. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് കലക്ടർ ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിരുന്നു. കലക്ടർ പോലീസിൻ്റെയും ഇപ്പോഴും ഉണ്ട്, എസ് പിൻ്റെയും മേലെ കൺട്രോളുള്ള ഒരു ഓഫീസർ, ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സുപ്രീം പവർ കലക്ടർ. അപ്പോൾ ഒന്ന്, നേരത്തെ ബ്രിട്ടീഷുകാരുള്ള കാലത്ത് കോർട്ടും കലക്ടറിൻ്റെ അണ്ടറിലായിരുന്നു. ഈ ജഡ്ജിമാരും എല്ലാം കലക്ടറിൻ്റെ ജഡ്ജായി. ഇപ്പോഴും ചെറിയ പൊസിഷനൊക്കെ ജഡ്ജിൻ്റെ ജോലി ഉണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഒന്ന് സെക്ഷൻ 244 പാസ്സാക്കുന്ന ഫയറിങ്, ഷൂട്ടിങ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴും ഉണ്ട് ആ പോസ്റ്റ്. പക്ഷേ ബ്രിട്ടീഷിലുള്ള കാലത്ത് കലക്ടർക്ക് മൊത്തം നിയമത്തിൻ്റെ ജുഡീഷ്യറിൻ്റെ എല്ലാ പവറും, എല്ലാ പവറല്ല, എല്ലാ ഉത്തരവാദിത്വവും കലക്ടർക്ക് ഉണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആ ഇത് ജുഡീഷ്യറിൻ്റെ ഇത് സെപ്പറേറ്റ് ചെയ്ത് ബാക്കി പറഞ്ഞാലും ഈ അത്യാവശ്യം ഇങ്ങനെയുള്ള ലോ ആൻഡ് ഓർഡർ മാജിസ്ട്രിയൽ പവർ മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ കലക്ടർ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റാണ് ഇപ്പോൾ. കലക്ടർ മാത്രമല്ല, എല്ലാ ഡിസ്ട്രിക്റ്റിലും. അപ്പോൾ എന്തുണ്ടെങ്കിൽ ഇപ്പോൾ ഷൂട്ടിങ് അല്ലെങ്കിൽ ഷൂട്ട് ഔട്ട് ആയിരുന്നെങ്കിൽ 144 സെക്ഷൻ ഇങ്ങനെയുള്ളൊക്കെ കലക്ടറാണ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണുന്ന തെളിഞ്ഞു കാണുന്ന ഒരു മുഖം എന്ന് പറയുന്നത് ആ ഒരു ജില്ലയുടെ ഒരു പ്രധാന മുഖം എന്ന് പറയുന്നത്. മംഗലാപുരത്തും ജില്ലയിലെ കലക്ടറായി എനിക്ക് 2.5 കൊല്ലത്തിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ മൊത്തം ജില്ലയിൽ അവിടെയുള്ള എല്ലാവരും കാണാനും പിടിക്കാനും എല്ലാം അവസരം കിട്ടി. ഒരു കാലത്ത് മംഗലാപുരം കലക്ടർ എന്ന് വെച്ചാൽ ഏറ്റവും ഒരു വലിയൊരു ഡിസ്ട്രിക്റ്റായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എത്ര പേർക്കൊന്നും അറിയുന്നറിയില്ല. മംഗലാപുരം കലക്ടറിൻ്റെ ടെറിട്ടറി കാർവാർ തൊട്ട് കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് വരെ മംഗലാപുരം കലക്ടറിൻ്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നു. ഇതിൽ ഉത്തര കന്നഡ, നോർത്ത് കന്നഡ ഡിസ്ട്രിക്ട്, ഉടുപ്പി ഡിസ്ട്രിക്ട്, സൗത്ത് കന്നഡ ഡിസ്ട്രിക്ട്, കാസർഗോഡ് ഡിസ്ട്രിക്ട്, 4 ഡിസ്ട്രിക്ട് ഈ മംഗലാപുരം കലക്ടറിൻ്റെ കൂടെ അണ്ടറിലായിരുന്നു. ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. പോരാത്തതിന് ലക്ഷദ്വീപും മംഗലാപുരം കലക്ടറിൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ 4 ഡിസ്ട്രിക്റ്റും ഒരു യൂണിയൻ ടെറിട്ടറി അടക്കമുള്ള ഒരു ഡിസ്ട്രിക്റ്റായിരുന്നു മംഗലാപുരം കലക്ടറുടെ ഇത്. അപ്പോൾ 1940കളിൽ കയ്യൂർ സമരം നടന്ന സമയത്ത് അന്നത്തെ ഇപ്പോഴത്തെ പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇ കെ നായനാറും ഇവരൊക്കെ അവിടെയെല്ലാം കയ്യൂരത്തിൽ ആ ഒരു ഷൂട്ട് ഔട്ട് അതിലൊക്കെ അവിടുന്ന് നടന്ന ഇതിൽ കൊലകുറ്റത്തിന് അവിടെ എല്ലാം എൻക്വയറി നടത്തിയിരുന്ന മംഗലാപുരം കോർട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള നേരത്തെ പല കേരളത്തിലെ ഡോക്യുമെൻറ്റും ഇന്നും മംഗലാപുരം കോർട്ടിലും മംഗലാപുരത്തെ ഓഫീസ് കലക്ടറേറ്റിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അയാൾ ഇ കെ നായനാർ ആ ഇതിൽ എൻക്വയറി ചെയ്ത് അതിൽ പക്ഷേ ശിക്ഷിച്ചോ വെറുതെ വിട്ടോ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായതില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും പലരും മംഗലാപുരത്ത്, കാസർഗോഡ് നിന്നുള്ള ആൾക്കാരാണ് മംഗലാപുരത്ത് പല രാഷ്ട്രീയത്തിലും വല്ല മംഗലാപുരത്തെ കർണാടക മുഖ്യമന്ത്രി വീരപ്പൻ മൊയ്ലിയും വേറെ പല മന്ത്രിമാരും അവരൊക്കെ അവർ ഒറിജിനൽ കാസർഗോഡാണ്. പല MLA-മാരും MP-മാരുടെയും ഒക്കെ ഒറിജിൻ എന്ന് പറയുന്ന അവർ ഒറിജിനാണ്. പിന്നീട് അവർ മംഗലാപുരം പോയി അവിടെ ഇവിടെയൊക്കെ സെറ്റിലായി. അങ്ങനെയുള്ള പല MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള അവരൊക്കെ ഇതുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാസർഗോഡ് അവർക്ക് ഒരു കൾച്ചറലി, എക്കണോമിക്കലി, എഡ്യൂക്കേഷനലി കാസർഗോഡ് ഇന്നും ഹെൽത്തിലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം ഒഴിവാച്ചാൽ ബാക്കി എല്ലാത്തിനും മംഗലാപുരത്തിനെയാണ് ആശ്രയിക്കുന്നതും അതിന് മുന്നിൽ കാണുന്നതും. അത് നിലക്ക് എനിക്കൊരു കംഫർട്ടബിലിറ്റി ഉണ്ടായിരുന്നു. ഒരു കാസർഗോഡിൻ്റെയും ഒരു ബന്ധപ്പെട്ട ഒരു കലക്ടർ എന്ന നിലയ്ക്ക് പല കാര്യത്തിലും അപ്പോൾ അത് ഒന്നിച്ചിടപഴകാനും അങ്ങനെയുള്ള പല ഇതുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ഗുഡ് പൊസിഷൻ ആ നിലക്ക്. അപ്പോൾ ഞാൻ അടൂർ പോലത്തെ ഇപ്പോൾ പലർക്കും ഒരു സങ്കല്പം കലക്ടറും ഇങ്ങനത്തെ SP വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരല്ലോ എപ്പോഴും വലിയ വലിയ ടൗണിൽ ഡൽഹി, ബോംബെ, കൊച്ചി ഇങ്ങനെയുള്ള ടൗണിൽ വരുന്ന ആളെന്ന്.
പക്ഷെ ഒട്ടുമിക്കാറും നല്ലൊരു ശതമാനം ആൾക്കാർ ഓഫീസർമാർ വരുന്ന നമ്മൾ നാട്ടം പുറത്ത് അടൂർ ഭാഗത്ത് നടന്ന്. അപ്പോൾ ഞാൻ എനിക്ക് പല ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള അടൂർ ഭാഗത്ത് നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കും. എന്തായാലും ഒന്നറിയാൻ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട്. അത് ഞാൻ ആ നിലക്ക് മംഗലാപുരത്തുനിന്നൊരു വെളുത്തങ്കടിയിൽ അകത്തൊരു ബാഞ്ചാറ് മല എന്നൊരു സ്ഥലമുണ്ട്. ആ മലക്ക് ഫുൾ കാട്ടിൻ്റെ അകത്ത് 10-20 കിലോമീറ്റർ കാട്ടിൻ്റെ അകത്ത് പോകണം. ആരും പോകാൻ തുനിയാത്ത ഒരു അവിടെ പിന്നെ നെക്സൽ പ്രശ്നങ്ങളും അങ്ങനത്തെ ഇഷ്യൂ ഉള്ള സ്ഥലമാണ്. ലാസ്റ്റ് കലക്ടർ പോയ 1982 SK ദാസ് എന്ന കലക്ടർ മംഗലാപുരത്തുണ്ടായിരുന്നു. അയാൾ അന്നേരം പോയിരുന്നു. പോയി അയാൾ പറഞ്ഞു അടുത്ത ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഒന്നുമില്ല, വെറും തനി കാടിൻ്റെ അകത്ത്. അയാൾക്ക് ഇരിക്കാൻ ഒരു സോഫ അല്ല, ഒരു സാധാരണ കസേര പോലും ഇല്ലാത്ത അങ്ങനത്തെ ഒരു കാട്, കുഗ്രാമാണ് ആ കാട്ടിൻ്റെ അകത്ത്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലായിട്ടും വരുന്നു. അപ്പോൾ കലക്ടർക്ക് ഇരിക്കാൻ വേണ്ടി അടുത്ത നാട്ടുകാരിൽ ഒരു പീഡ ഉണ്ടാക്കി. അപ്പോൾ അതിന് കന്നഡത്തിൽ DC കട്ട എന്ന് പറയും. DC കട്ട എന്ന് പറയും. അപ്പോൾ ബഞ്ചാറുമലയിൽ. അപ്പോൾ എന്തുകൊണ്ടോ ആ 82 ആൾക്ക് കെട്ടിയ കട്ട അവിടുത്തെ അങ്ങനെ ബാക്കിയായി. ഇപ്പോഴും അങ്ങനെ ബാക്കിയായി. ഒരു DC യും അതിന് ശേഷം പോയിട്ടുമില്ല. അപ്പോൾ 2014-15 ഞാൻ നെക്സ്റ്റ് 35 വർഷത്തിന് ശേഷം ഒരു കലക്ടർ അവിടെ പോയി. ഞാൻ അന്ന് അവിടത്തേക്ക് പോയി. അവിടെ പോയിട്ട് അവർ നാട്ടുകാരിലും മൊത്തം പലരും പോകണ്ടെന്ന് പറഞ്ഞു. വെച്ചാൽ അത് പലപ്പോഴും തിരിച്ചു വരാൻ പറ്റില്ല, ഉണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടത്തേക്ക് പോയി. അതിൽ ആ ഒരു പ്രാവശ്യം പോയി, പിന്നെ വീണ്ടും 2-3 പ്രാവശ്യം വീണ്ടും പോയി. അവിടത്തേക്കുള്ള ആദ്യമായിട്ട് അവിടത്തേക്ക് ആ കട്ട ഇനോഗ്രേഷൻ ചെയ്ത് 34 വർഷത്തിന് ശേഷം. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഖുഷിയായി, സന്തോഷമായി. അപ്പോൾ ഈ കട്ട ഇനോഗ്രേഷൻ ചെയ്തവർ എന്നിട്ട് അവിടുത്തെ വോട്ടർ ഉണ്ടായിരുന്നു, 78 വോട്ടർമാരുണ്ടായിരുന്നു. അവർക്ക് 15-20 കിലോമീറ്റർ വോട്ടിടാൻ വേണ്ടി അവിടെ തന്നെ ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കി. അംഗനവാടി ഉണ്ട്, അംഗനവാടിക്ക് സൗകര്യമില്ലായിരുന്നു. അങ്ങനെ പല ഇങ്ങനെയുള്ള ചെറിയ നമ്മളെ ആ കലക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് റേഷൻ കൊണ്ടുവരണമെങ്കിൽ 15-20 കിലോമീറ്റർ പോകണമായിരുന്നു, അരിയും ഇതൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ അവിടെ റേഷൻ കിടക്കില്ല, അതിനുള്ളൊരു സംവിധാനം ഇങ്ങനെയുള്ള അടുത്തേക്കുള്ള പിന്നെ MP ഫണ്ടിലും MLA ഫണ്ടിലുമൊക്കെ അതുപോലെ തന്നെ അത് ആ ഒരു ബഞ്ചാറുമല പോലെ തന്നെ വേറെയും പല കുഗ്രാമങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ആ കുഗ്രാമം 1-2 കുഗ്രാമം പോയി അവിടെ കറണ്ട് എത്തിക്കാൻ പറ്റുന്നിടത്ത് കറണ്ട് എത്തിക്കാൻ പറ്റും. അത് ഇതിൻ്റെ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഓൺ എ ഡെവലപ്മെൻറ്റൽ ഫ്രണ്ടിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പലപ്പോഴും കലക്ടർ എന്ന നിലക്ക് ഈ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കൂടെയും സ്വീകരിക്കാൻ പറ്റി. പ്രണബ് മുഖർജിയെ അയാൾ അഗെയിൻ പ്രണബ് മുഖർജി വന്നിരുന്നത് ഇവിടെ പെരിയാലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ കോൺവക്കേഷൻ. അത് ഈ 4-5 ഡിസ്ട്രിക്റ്റിൽ എവിടത്തേക്ക് വരുന്നെങ്കിൽ മംഗലാപുരം എയർപോർട്ടിലാണ് വന്നിരുന്നത്. അങ്ങനെ വന്നിരുന്നു. അപ്പോൾ പ്രണബ് മുഖർജിയുടെ സ്വീകരിക്കാൻ പറ്റി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ പറ്റി. എക്സ് പ്രസിഡന്റ് ഹമീദ് അൻസാരി, ഇങ്ങനെയുള്ള പല പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അങ്ങനെയുള്ള അതൊരു അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് അത് എനിക്ക് ഇത് എൻ്റെ ഈ ഒരു യുവതലമുറ ഇതിലൊരു ആവേശം ഉൾക്കൊള്ളണം. വെച്ചാൽ അവർക്ക് ഈ ഞങ്ങൾക്ക് എത്തിപ്പറ്റാൻ പറ്റുമെന്ന് അന്നുണ്ടായിരുന്ന ലിമിറ്റഡ് ഫെസിലിറ്റിയിൽ എത്തിപ്പറ്റാൻ പറ്റുന്നെങ്കിൽ ഇന്ന് എല്ലാ സൗകര്യമുള്ള തലമുറ വെറും ഇങ്ങനെയുള്ള വേറെ കളിച്ചുമ്പോഴാക്കുന്നതല്ല, കളിക്കുന്നതോട് ഒരു ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്ത് ഉണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ എപ്പോഴും അവർക്ക് എന്നേക്കാളും ഉയർന്ന നിലക്ക് എത്താൻ പറ്റും. വെറും ഒരു ഗവൺമെൻറ് സർവീസ് അല്ല, വല്ല ഇങ്ങനെയുള്ള ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ IIT, IIM ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട്. അതിനെ പറ്റിയുള്ള വിവരമൊന്നും ആൾക്കാർക്കില്ലായിരുന്നു.
അതെ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അങ്ങനെയുള്ള എന്താണ് അത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തെങ്കിൽ എന്തൊക്കെ കോഴ്സ്, ഒരു 50 തരം കോഴ്സുകൾ കിട്ടും, നമുക്ക് കാണാൻ ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനും. അപ്പോൾ SLC പഠിച്ച ശേഷം എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. PUC +2 പഠിച്ചാൽ അതിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ഡിഫൻസിലുണ്ട്, അവിടെ തൊട്ട് തുടങ്ങാൻ പറ്റും. NDA എന്ന് പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞ്. ആ ഡിഫൻസ് അക്കാഡമിക്ക് +2 പഠിച്ചു കഴിഞ്ഞാൽ എൻട്രൻസിൽ പോയാൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അവിടുന്ന് ആ അങ്ങനെ സെലക്ഷൻ ആവുന്ന ആൾക്കാരാണ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെഡ് തലപ്പത്ത് വരെ എത്താനുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് എത്തിപ്പെടുള്ളൂ. ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അതെ, +2 പോയ ആൾക്കാർക്ക് NDA എന്ന് പറയും, നാഷണൽ ഡിഫൻസ് അക്കാഡമി. അവർ ആ 18-ാം വയസ്സ് തൊട്ട് അവരുടെ എല്ലാം സേഫ് സെലക്ഷൻ ആയാലും പിന്നെ അവർക്ക് 15 കൊല്ലം കഴിഞ്ഞ ശേഷം 10 കൊല്ലം കഴിഞ്ഞ ശേഷം വീണ്ടും അവിടുന്ന് റിട്ടയർമെൻറ്റ് വാങ്ങിക്കാൻ പറ്റും. വീണ്ടും ഈ വേറെ സിവിൽ സർവീസില വേറെ എന്തെങ്കിലും അതിലുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളുണ്ട് ഒന്ന്. ദെൻ IIT, IIM, നാഷണൽ ലോ സ്കൂൾസ് എഴുതുന്നുണ്ട്. ഈ നാഷണൽ ലോ സ്കൂൾസ് പറഞ്ഞെങ്കിൽ ഈ ലോ സ്കൂൾസിൽ ജോയിൻ ചെയ്ത 3-ാമത്തെ കൊല്ലം തന്നെ ഇത് നല്ല പോസ്റ്റിന് വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ലീഗൽ അഡ്വൈസറായിട്ടും അങ്ങനെയുള്ള പോസ്റ്റിംഗ് ഒക്കെ അവിടുന്ന് ഡയറക്ടർ. ഫാഷൻ ടെക്നോളജി ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ അത് കേരളത്തിലെ കണ്ണൂരിലുണ്ട്, കർണാടകത്തിലെ ബാംഗ്ലൂരിലുണ്ട്, ഇന്ത്യ ഓരോ സ്റ്റേറ്റിലും ഓരോന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഇതുണ്ട്. ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ പഠിക്കുന്ന ആൾക്ക്. ദറ്റ് ആ നിലക്ക് ഫോക്കസായി പഠിക്കണം. ഇപ്പോൾ ഞാൻ ബുക്സ് മാത്രം വായിക്കണമെന്ന് പറയുന്നില്ല. ബുക്സും വായിക്കണം, കളിക്കേണ്ടടുത്ത് കളിക്കണം. പക്ഷെ നമ്മൾ മെയിൻ തിങ് മറന്നു പോകാൻ പാടില്ല. അത് ഈ കളിക്കേണ്ടത് കളിക്കണം, നല്ല സ്പോർട്സ്മാൻ ആവാം. പത്രങ്ങൾ വായിക്കണം. ഇപ്പോൾ പേപ്പർ വായിക്കുന്ന കൾച്ചറേ ഇല്ല മനുഷ്യന്മാർക്ക് ആർക്കും. എല്ലാം ഫോണിൽ മാത്രം. അതിലെന്നും വാട്സപ്പിലും മറ്റേ നോക്കിയിട്ട് അതിൽ വരുന്ന 190% കളവും ജെന്യൂനിറ്റി ഇല്ലാതായിരിക്കും. പക്ഷേ ഈ വായിക്കുന്ന ഒരു കൾച്ചറുടെ സ്വഭാവം ഉണ്ടല്ലേ, ബുക്സ് ആയിട്ട് ഇല്ലെങ്കിൽ പേപ്പറായിട്ട്. ഇത് ആ ഒരു നോളജ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പലർക്കും നമ്മൾ അടുത്ത ബന്ധുക്കളെ അറിയാലോ, തിരിച്ചറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അഞ്ചൻ്റെ മക്കളെ, ഇല്ലെങ്കിൽ ഉപ്പാൻ്റെ പെങ്ങളെ മക്കൾ, ഇല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഇങ്ങനെയുള്ള മക്കളെ, അവരുടെ കസിൻസിനെയും അമ്മാവന്മാരെയും ആ ഒരു ബന്ധുക്കളെ, അടുത്ത ബന്ധുക്കളെ പോലും അറിയാത്ത ഒരു ജനറേഷനാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. ഞാനായി, എൻ്റെ പുരയായി, എൻ്റെ മൊബൈലായി, എൻ്റെ ഇതായി അതിൽ ഒതുങ്ങുന്നത് അല്ല. ഇല്ലെങ്കിൽ നമ്മളെ അടുത്ത വീട്ടുകാരെ അറിയണം, എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിനെ അറിയണം, എൻ്റെ അടുത്ത അയൽപ്പക്കക്കാരറിയണം, എൻ്റെ ജമാഅത്തുകാരറിയണം, എൻ്റെ അമ്പലത്തിൽ ആടെ പോകുന്നുള്ള ആൾക്കാരെ അറിയണം, ആടത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഇതെല്ലാം ഇതും ഒരു ജനറൽ നോളജാണ്. ഇതൊരു എസെൻഷ്യൽ ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റിക്ക് പാർട്ട് ഓഫ് ലൈഫ്, ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒരു ഭാഗമാണ്. വെറും നല്ല വെട്ടക്കത്തിൻ്റെ സാലറി കിട്ടുന്ന ജോബ് മാത്രമല്ല, ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ആണെങ്കിൽ എല്ലാം അറിയണം. ഞാൻ പഠിച്ചു വന്ന വഴി മറക്കാൻ പാടില്ല. അത് കൂടെ നമ്മളുടെ നാട്ടുകാരെയും നാടിനെയും ബന്ധുക്കളെയും ഇതെല്ലാം ആ തിരിച്ചറിയാനും കാണാനും പിടിക്കാനുമുള്ള ആ ഒരു ബന്ധമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. വെറും ഞാനായി, എൻ്റെ ജോബായി, എൻ്റെ സാലറിയായി, ഇതായി, നാളെ കല്യാണം കഴിഞ്ഞ് ഞാനായി, എൻ്റെ ഭാര്യയായി, കുട്ടികളെ അങ്ങനെയല്ല. ആ സമൂഹത്തിന് ഒന്നിച്ചും കൊണ്ടുവന്ന കുടുംബത്തിന് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും നമുക്ക് വേണ്ടി അതിപ്പോൾ ഏത് ലെവലിൽ പോയാലും, അത് ഏത് ജാതിക്കാരനും ഏത് മതക്കാരനായാലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഇത് ഒരു പേഴ്സണാലിറ്റിൻ്റെ ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് എ ഹ്യൂമൻ. ആ ഒരു ടച്ച് വേണം എപ്പോഴും എല്ലാത്തിനും. നാളെ ഇപ്പോൾ വന്നിട്ട് നമുക്ക് എല്ലാവരും ഇങ്ങനെ എല്ലാം നല്ല സ്ഥാനത്ത് എത്തണം പോലത്തില്ല. ചിലപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു കസിന്, എൻ്റെ ഒരു ബന്ധു, ഇല്ലെങ്കിൽ എൻ്റെ അപ്പുറത്ത് വീട്ടുകാരന് ചിലപ്പോൾ അവന് ഭക്ഷണം കഴിക്കാനോ പൈസ വകയില്ലായിരിക്കും.
ഓൻ്റെ വിശപ്പറിയണം. മനസ്സിലാക്കാൻ നമുക്ക് അത് ആണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സക്സസ്. ഈ വെറും മാക്സിമം ടോപ്പ് അതൊരു വെസ്റ്റേൺ അപ്രോച്ചാണ്. ഇത് ഞാനാണ് എൻ്റെ ആണ് എല്ലാം, ഇതല്ല, ഞാൻ എല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു സമൂഹമാണ്. അതാണ് നമ്മൾ എല്ലാം നമ്മുടെ ഭാഗമാണ്, അങ്ങനെയൊരു കാഴ്ചപ്പാട് അത് വേണം. പിന്നെ സാർ, ഈ മാംഗ്ലൂരിനെ പൊതുവെ നമ്മൾ സിനിമയിലും മറ്റുമൊക്കെ കാണുന്ന ഒരു വില്ലനിസം ഉള്ള ഒരു നാടായിട്ടാണ് ബാംഗ്ലൂർ ഗൂണ്ടായിസം എന്നൊക്കെ പറയും. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസോ അങ്ങനെ തോന്നുന്നു? ബേസിക്കലി ഈ ഇന്ന് ആൾക്കാർക്ക് നല്ല ആസ്പെക്ട്, പേപ്പറിൽ നല്ലൊരു ആർട്ടിക്കിൾ, ഇല്ലെങ്കിൽ പുസ്തകം നല്ലൊരു ആർട്ടിക്കിൾ വന്ന് അതിന് ആ ഒരു പോസിറ്റീവ് ഇതിലുള്ള ഇതിനെ ആർക്ക് കാണാനോ വായിക്കാനോ കാണാനോ ഒന്നും താല്പര്യമില്ല. നല്ല 90% 95% നല്ല വശങ്ങളിലെ നല്ലൊരു ആർട്ടിക്കിൾ, നല്ലൊരു ഫിലിം വന്ന് നല്ലൊരു പോസിറ്റീവ് ഇമ്പ്രൂവ് ചെയ്ത് അതിനെ കാണാൻ ആർക്കുമില്ല. തല്ലും കൊല്ലും കൊലയും വയലൻസും ഇങ്ങനെയുള്ള പിക്ചർ, ഇങ്ങനെയുള്ള ന്യൂസ് ആർട്ടിക്കിൾ, ആരെ തട്ടിക്കൊണ്ടുപോയതും മറ്റതും മറിച്ചതും കൊന്നതും കൊലയും ഇല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു ഒന്ന് ന്യൂസ് പേപ്പർ, മൂവി, ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ ഡെവലപ്പാകുന്നത്. ഏത് ഇപ്പോൾ നേരത്തെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നാടൻ അപ്രോച്ച് ഇല്ലെങ്കിൽ നാട്ടിലായുള്ള ഇത് ഇപ്പോൾ ഒരു ഇതിലും കാണുന്നില്ല. ഇത് ഫിലിമിലും കാണുന്നില്ല. നേരത്തെ മലയാളം ഫിലിമിൽ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ ഒരു നാടൻ ഒരു മെസ്സേജ് കുടുംബം, ഇപ്പൊ അങ്ങനെയല്ല. ഇത് ഇപ്പോ ഏത് ഇപ്പൊ ഏതാണ് ബാംഗ്ലൂരിലായെങ്കിലും മംഗലാപുരത്തായെങ്കിലും ഇല്ലാന്നല്ല. അത് അതിൻ്റെതായ ഒരു വയലൻസും ആ ഒരു കമ്മ്യൂണൽ ഇതും അങ്ങനെയുള്ള പല ആസ്പെക്ട് ഉണ്ട്, ഇല്ലായിട്ടല്ല. പക്ഷെ ആ ഹൈലൈറ്റ് ചെയ്ത് പത്രത്തിൽ വരുന്നത് പോലെ അത് തന്നെയാണ് ജീവിതത്തിൽ. അങ്ങനത്തെ ഒരു സെറ്റപ്പില്ല. ഇപ്പോൾ തല്ലും ഇപ്പോൾ ബാംഗ്ലൂരിൽ 1.1 കോടി ആൾക്കാരുള്ള ടൗണിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ഗുണ്ടായിസവും അത് ഇതൊക്കെ. പക്ഷേ അത് തന്നെയല്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഏറ്റവും പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, സ്വന്തമായി ചെയ്യുന്ന, സമൂഹത്തിന് മാത്രമായി ചെയ്യുന്ന ആൾക്കാരും പലരും ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ഫോക്കസ് ചെയ്യപ്പെടുന്നത് അപൂർവമായിട്ട്. ഇപ്പോൾ നാളെ ഒരു പത്മശ്രീ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും എങ്കും ഒന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും ഒരു സെൽഫ് പ്രൊമോഷനുള്ള മൈലേജിലാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഒരു PR എക്സസ് അത് മാത്രം ഫോളോ ചെയ്ത് അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ കൂടുതൽ സക്സസ് കിട്ടുന്നതും. പക്ഷേ ഈ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനം ചെയ്യുന്ന ആൾക്കാരെ അപൂർവമായിട്ട് അത് ആരും കിട്ടുന്നത്. അത് നമ്മളെ മഹല്ല, നമ്മൾ ഗ്രാമത്തിലായെങ്കിലും അത്ര തന്നെ, പലരും പാർട്ടിയിലായെങ്കിലും അത്ര തന്നെ. പലരും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് 10-30 കൊല്ലം പ്രവർത്തിക്കുന്നുണ്ടാവും. ആ പ്രവർത്തിക്കുന്നവൻ അവനൊരിക്കലും പഞ്ചായത്ത് മെമ്പറോ MLA ഒന്നും ആണില്ല. പക്ഷെ നേരെ മറിച്ച് ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾ അയാള് കയറി വരുന്നുണ്ടാവും. അപ്പോൾ ആ നിലക്ക് അത് എല്ലാ ഫീൽഡിലും അത് തന്നെയാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് കടന്നു വരുന്നത്. പ്രസന്റ് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ഇത് ബേസിക്കലി ഇപ്പം നേരത്തെക്കാളും ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. നമുക്ക് ഏത് മേഖലയിൽ പ്രവർത്തിക്കാനും വരും. പണ്ടങ്ങനെയല്ല. അത് ഒരു ലിമിറ്റഡ് ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു അടൂർപോലത്തെ ഗ്രാമത്തിലുണ്ടെങ്കിൽ അതിനൊരു 5-10-20 കിലോമീറ്റർ ആയിരുന്നു മാക്സിമം നമ്മളുടെ ഒരു സറൗണ്ടിങ്. 90% ആൾക്കാരും 99% ആൾക്കാരും അടുത്തേക്ക് ഒതുങ്ങിയൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 50% ആൾക്കാരെങ്കിലും കാർ വന്ന്, ബസ് വന്ന്, പ്ലെയിൻ വന്ന്, സൗകര്യങ്ങൾ വന്ന്, പിന്നെ അവിടെ നിന്ന് തന്നെ ഇരുന്നിട്ട് മൊബൈലിലും ഈ ഇൻ്റർനെറ്റിലും ഇതൊക്കെ ആയിട്ട് പലയിടത്തും അപ്പോൾ പോകാണ്ട്. അപ്പോൾ പലയിടത്തേക്കും മംഗലാപുരവും ബാംഗ്ലൂരും ബോംബെയും മിഡിൽ ഈസ്റ്റും ഹജ്ജിനും പോകാനും, ഇല്ലെങ്കിൽ യൂറോപ്പിൽ പോകാനും അമേരിക്കയിൽ പോകാൻ, ഇതൊക്കെ നേരത്തെ ഇപ്പോൾ എല്ലാവർക്കും കൂടുതൽ ലോകത്തെ ചെറിയ ഒരു കൈപ്പത്തിയിലും
ഒതുങ്ങുന്ന നിലക്കുള്ള കാണുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ നാളെ ഈ എല്ലാത്തും നല്ല കാര്യം ചെയ്യാനും ചീത്ത കാര്യം ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതോട് അപ്പോൾ മോർ റിസ്ക് ആൾസോ എന്ന് പറഞ്ഞു. സെയിം ടൈം അതെ അത് വെച്ചാൽ നല്ല ആവാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്, ചീത്തയായിട്ട് ഉള്ള ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സെയിം ടൈം അപ്പോൾ എസ്പെഷ്യലി അവർ യങ്സ്റ്റേഴ്സ് മസ്റ്റ് ചൂസ് ഇറ്റ്. ഏതാണ് നല്ലത്, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, സെലക്ട് ചെയ്യാൻ ഒന്ന്. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിന് കറക്റ്റായുള്ള ഒരു 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 കൗൺസിലിംഗ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ സമൂഹത്തിലുണ്ടാകണം. അത് മഹല്ലായും ഉണ്ടായിരിക്കണം, പഞ്ചായത്ത് ലെവലിലും വില്ലേജ് ലെവലിലും ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഒരു നമ്മൾ യങ്സ്റ്റേഴ്സിനെ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കൗൺസിലിംഗ് അഡ്വൈസിങ് റെഗുലറായിട്ട് ഒരു ടീം എല്ലാ വില്ലേജിലും പോകണം. അപ്പോൾ ചിലപ്പോൾ ഒരു വഴി തെറ്റുന്നെന്ന് അറിഞ്ഞ ഉടനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം കേൾക്കുന്നില്ല, ഏത് വലിയ ആൾ പറയുന്നതൊന്നും ആർക്കും താല്പര്യമില്ല എന്ന് വെച്ചാലും ഇപ്പോഴും വില്ലേജ് ലെവലിൽ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ അതൊരു മഹലിലും ചെയ്യാൻ പറ്റും, വീടിന്ന് തുടങ്ങാൻ പറ്റണം. എന്തിനാണ് ഞാനിപ്പോൾ എൻ്റെ പണ്ടെല്ലാം മകരിപ്പാകുമ്പോൾ എല്ലാവരും പെരക്കെത്തിയിരുന്നു, ആരും അത് കഴിഞ്ഞ് പെരന്ന് പുറത്തു പോയില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാനിപ്പോ ചിലപ്പോൾ രാത്രി 10 മണിക്കോ 11 മണിക്കോ ചിലപ്പോൾ വരുന്നുണ്ടാകുമ്പോൾ പല ബസ് സ്റ്റാൻഡിലും പുള്ളറോ ഇരുന്നിട്ടും ഇതാക്കിയിട്ട് ആ ലെവലിൽ അപ്പോൾ അതേ ലെവലിൽ അതേ വില്ലേജിൽ അടുത്ത ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ മോൻ ഇങ്ങനെയാണ്, ഇല്ല നിങ്ങളെ മകൻ ഇങ്ങനെയാണ് കാണുന്നത്. ചെറു എല്ലാം ഒന്ന് അഡ്വൈസ് ചെയ്തിട്ട് ആ ലെവലിൽ നമ്മളെ ദേശീയ അവർക്കൊരു ശരിയായ കൊടുക്കാൻ പറ്റണം. അത് ദാറ്റ് ഇസ് എവറി വില്ലേജ്. അത് നമുക്ക് പറയാൻ പറ്റും. നമ്മളെ വില്ലേജിൽ ആരും ഇങ്ങനെയുള്ള വഴിതെറ്റി പോകുന്നുള്ള സാധ്യതയില്ല. ദാറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് അവർ സ്കൂൾ. അത് ഷുഡ് ബി പാർട്ട് ഓഫ് അവർ അമ്പലത്തിലും പള്ളിയിലും ഇതെല്ലാം ഇതിനെ പറ്റിയത് ശരിയായ ഒരു ചർച്ച. നമ്മളെ ഒരു സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടെങ്കിൽ ആ സ്പോർട്സ് ക്ലബ്ബിലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടണം. കളിക്കണം പിള്ളേർ നന്നായിട്ട്. ഇപ്പൊ കളിക്കുന്ന പോലും കാണുന്നില്ല, ഫോണിലും മീഡിയയിലും മാത്രമായി. ആ നിലക്കും അവളെ യങ്സ്റ്റേഴ്സിനെ ഷുഡ് അഡ്വൈസ് ദാറ്റ് ലൈക്ക് ദിസ് ഷുഡ് ബി നോ ഡോണ്ട് ഡീവിയേറ്റ്, വഴിതെറ്റി പോകാൻ പാടില്ല, ഇത് ശരിയായ പാതയിൽ നിന്നാണ്. അത് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എൽഡേഴ്സ്. അത് പള്ളിയും അമ്പലത്തിൻ്റെ കമ്മിറ്റിയും സൊസൈറ്റി ക്ലബിൻ്റെ ഭാരവാഹികളുടെയും പാർട്ടീൻ്റെ ഭാരവാഹികളുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നന്നായി നടക്കല്ല, സമൂഹത്തിന്റെ കാര്യങ്ങൾ നെക്സ്റ്റ് ജനറേഷൻ ഷുഡ് ബി ഏബിൾ ടു ബ്രിങ് ഫോർവേഡ് ടു എൻ റൈറ്റ് പാത്ത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പലപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് ഫാമിലി വയലൻസ്. ഇങ്ങനെ വാപ്പാനെ ഇല്ലെങ്കിൽ അച്ഛനെ കൊന്ന്, വാപ്പാനെ കൊന്ന്, ഇല്ലെങ്കിൽ കസിൻസിനെ കൊന്ന്, ബ്രദേഴ്സ് തല്ലുണ്ടായി. അത് നിലക്ക് ഇല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് പലരും ഗാങ്ങും ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ അങ്ങനെ അടിയും പിടിയും ഇങ്ങനെയുള്ള കൊട്ടേഷനും അത് ഇങ്ങനെയുള്ള പോയി അതെല്ലാം ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് നമ്മളെ വില്ലേജ് ലെവലിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. 100 പറ്റില്ലെങ്കിലും ഒരു പരമാവധി ഒരു മാക്സിമം നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. വയൽ പോകുമ്പോൾ അവന് വേറെ കൂട്ടുകാരില്ല എന്ന നിലക്ക് ഇതാക്കാൻ പറ്റും. തീർച്ചയായിട്ടും തിരിച്ചുമാണ് സാർ. ഇത്രയും ജീവിതത്തിൻ്റെ ഇടയ്ക്ക് സാറിന് ഇന്നും മറന്നു പോവാത്ത ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ അത്രയും ഇതായി ഓർക്കുന്ന ഒരു മുഖം ജീവിതത്തിലുണ്ടോ ആരെങ്കിലും ഇത്രയും കാലത്തെ സർവീസ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു റോൾ മോഡൽ ആ നിലക്കില്ല, ആ ഒരു ഇതില്ല. പക്ഷേ എപ്പോഴും എൻ്റെ പേരൻസ് ഉമ്മാവും ഉപ്പാവും അവർ അത്ര കഷ്ടപ്പെട്ട് ആ നിലക്ക് സ്കൂളിൽ പഠിപ്പിച്ച് ഒരു വഴി തെറ്റാതെ നിലക്ക് എല്ലാവരും കൊണ്ടുപോയി. 10 മക്കളെ അതെ 10 എല്ലാവരെയും അത് തരുന്ന എപ്പോഴും അത് നമ്മളെ ഇതിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ദിവസം ഇന്ന് ഈ ലെവലിൽ ഇരിക്കുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ എന്തായി ഏതായി
എങ്ങനെയുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഒരു ഗൈഡൻസും അവരുടെ ഇതും അവരുടെ ഒരു ദുആവും ഉപ്പാവും കാണിച്ച് തന്ന ആ പാതക്ക് അപ്പുറത്ത് അതെ ആ 10 മക്കളെ ഒന്നിച്ച് കൊണ്ടുപോയി ഇന്നും സാർ അത് പറയുമ്പോൾ കണ്ണ് നനയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതിൻ്റെ ആ ഒരു റിലേഷൻ്റെ ആ ഒരു ഡീപ്നെസ്. പക്ഷേ പുതിയ ജനറേഷന് അത് സാറ് പറഞ്ഞ പോലെ പലപ്പോഴും ദൂരെ നിന്ന് പോകുന്നുണ്ട്. ഫാമിലി മക്കൾ ഒക്കെ എങ്ങനെയുണ്ട് സാർ? ഇല്ല ബേസിക്കലി ഇപ്പോൾ നമുക്ക് ഈ ഒരു സൗകര്യം കിട്ടിയതുകൊണ്ട് കുട്ടികളെയും എല്ലാം പഠിപ്പിക്കാൻ പറ്റി. ഇപ്പോൾ പുതിയ ജനറേഷന് ഐ എം റിയലി വറീഡ്. ഈ പുതിയൊരു ജനറേഷൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇതിൻ്റെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീനിയർ ലെവൽ ഓഫീസറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ 140 കോടിയാണ്. 2100 എത്തുമ്പോൾ ഇന്ത്യൻ്റെ പോപ്പുലേഷന് 80 കോടിയിലേക്ക് ചുരുങ്ങും. നേരെ ആൾമോസ്റ്റ് പകുതിയിലേക്ക്. ചൈനയുടെ പോപ്പുലേഷൻ ഒരു 50 കോടിയിൽ ചുരുങ്ങും. ഇത് അപ്പോൾ അന്നേരം പറഞ്ഞു ഇന്തോനേഷ്യയും ബംഗ്ലാദേശൊക്കെ ഇന്നുള്ള അതേ പോപ്പുലേഷൻ ഉണ്ടാവും. നൈജീരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു രാജ്യം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അടുത്തൊരു 75-100 കൊല്ലത്തിലേക്ക് ആകുമ്പോൾ എത്തും. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനെ പറ്റി ഞാൻ കൂടുതൽ ഡീപ്പായി ഞാൻ പഠിച്ചെങ്കിൽ ചുറ്റുവട്ടത്ത് ഞാൻ കാണുന്ന പ്രത്യേകിച്ച് യുവാക്കൾ നല്ലൊരു ശതമാനം ആൾക്കാർ അടൂർ പോലത്തെ സ്ഥലത്തല്ല, കുറച്ചും കൂടി അർബൻ ഏരിയയിൽ സിറ്റിയിലൊക്കെ നല്ലൊരു ശതമാനം ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ല. അതൊരു പോസ്റ്റ്പോൺ ആക്കുന്നു. ഏത് കല്യാണം കഴിക്കുന്നില്ല, അതിന് പോസ്റ്റ്പോൺ ആക്കുകയാണ്. ഇക്കൊല്ലം വേണ്ട അടുത്ത കൊല്ലം. നേരത്തെ 20, 22, 25 കല്യാണം കഴിച്ചിരുന്ന ആൾക്കാർ ഇന്ന് 30, 35 ഇങ്ങനെ പോവുകയാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ ഒന്നും കല്യാണം കഴിക്കുന്നില്ല. കഴിച്ച ആളിൽ ലേറ്റ്, രണ്ടാമത്തെ, മൂന്നാമത്തെ ആൾക്കാർ കഴിച്ചത് കുട്ടികൾ വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ. ഞങ്ങൾ 2 പേര് മാത്രം മതി എന്നില്ല അങ്ങനെ ആൾക്കാർ. ഈ ഉണ്ടെങ്കിൽ ഒരു കുട്ടി ചിലപ്പോൾ മതി. ഇത് നമ്മളെ കാസർഗോഡ് ഭാഗത്ത് ഇപ്പം അത്ര സീരിയസ് ആയിട്ടില്ല. നേരെ മറിച്ച് ഇത് ഞാൻ കർണാടകത്തിലെ പല സ്റ്റേറ്റിലും പ്രത്യേകിച്ച് കർണാടകത്തിലെ ബ്രാഹ്മിൻസ് സമൂഹത്തിൽ നോക്കിയെങ്കിൽ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടിയില്ല, ഇല്ലാതൊരു സിറ്റുവേഷൻ ആയിരിക്കുക. എന്നിട്ട് പലരും ഇവിടെ നല്ല ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കാനുള്ള അത്രത്തോളം ആൾക്കാരില്ലാതൊരു മക്കളില്ലാതൊരു സിറ്റുവേഷന് ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കർണാടകത്തിലെ ഒരു കമ്മ്യൂണിറ്റി വരുന്ന ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റിയാണ്. ഇല്ലെങ്കിൽ താഴ്ന്ന ഒരു ജാതിക്കാരെ അവരെ മീനും ഇറച്ചിയും എല്ലാം തിന്നുന്ന ആ ജാതിക്കാരെ ഒരു മാറ്റം വരുത്തിയിട്ട് വെജിറ്റേറിയൻ ആക്കിയിട്ട് അവരെ ഒരു ബ്രാഹ്മിനിലേക്ക് മാറ്റിയിട്ട് അവരെ ഒരു കല്യാണം കഴിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കർണാടകത്തിലെ പല സ്ഥലങ്ങളിലും ബ്രാഹ്മണ സമുദായത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് കേരളത്തിൽ പത്തനംതിട്ട ഇങ്ങനെയുള്ള പല ഡിസ്ട്രിക്റ്റുകളിലും പല ഗ്രാമങ്ങളിലും വീടുകളിൽ നിന്ന് അടച്ചു കിടക്കുകയാണ്. ഇത് ഈ നിലയ്ക്ക് ചില അടൊന്നും ഇല്ല, ആൾക്കാർ താല്പര്യം ഇല്ല. നേരത്തെ തന്നെ ഒരു കുട്ടി ഒരു മകൻ ഇങ്ങനെ ആയിരുന്നു. ആ മകനും യൂറോപ്പിലോ അമേരിക്കയിലോ പോയി അച്ഛനും അമ്മയോ ഒന്നോ വൃദ്ധസദനത്തിലായി. അപ്പോൾ ഇത്ര വലിയ വീട് നോക്കാൻ ആളില്ലാതായി. അത് അടുത്ത് ഞാൻ അത്ര ദൂരം വേണ്ട, കാസർഗോഡ് തന്നെ പല ആൾക്കാരും വലിയ വലിയ വീട് 8ഉം 10ഉം ബെഡ്റൂമുള്ള വീട് കെട്ടിയിട്ട് പുര കെട്ടിയിട്ട് മംഗലാപുരത്ത് ചെറിയ 2 റൂമിൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങിയിട്ട് പോയിട്ട് ഇവിടെ ഇത് അടച്ചിട്ടുന്ന ഈ ഒരു സിറ്റുവേഷന് ഇപ്പോഴേ നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ പോപ്പുലേഷൻ ഇത് കുട്ടികളെ ഇല്ല. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഒരു ഫാമിലി ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ നിലനിൽക്കണമെങ്കിൽ ഓരോ കുടുംബത്തിനും 2.1
കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ മിനിമം 2 കുട്ടികൾ, ഉണ്ടായിരിക്കണം. 10ാമത്തെ ഫാമിലിക്ക് 3 കുട്ടി ഉണ്ടായിരിക്കണം. 10ാമത്തെ ആ കാൽക്കുലേഷനിൽ ടാലി ആണോ? അപ്പോൾ 2.1 ആണത്. അത് കേരളത്തിൽ 1988 ഈ 2.1 താഴേക്ക് പോയിരിക്കുക. 1988 കഴിഞ്ഞ 36 കൊല്ലം മുമ്പ് തന്നെ. അപ്പോൾ 36 കൊല്ലം മുമ്പ് തന്നെ അത് താഴേക്ക് മാർജിൻ പോയി. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഇത് നോക്കുമ്പോൾ 2.1 പകരം 1.35 കേരളത്തിലെ ഓരോ കുടുംബത്തിനുള്ള കുട്ടികളുടെ സംഖ്യ. ആ ഒരു റേഷ്യോ ഈ 1.5 ഉണ്ടെങ്കിൽ 3.5 ഉണ്ടെങ്കിൽ ഒരു കുറച്ച് അടുത്തായിട്ട് തന്നെ പോപ്പുലേഷൻ മൊത്തം ഒരു ആൾമോസ്റ്റ് പകുതിയാവും. ആ ഒരു ഡൗണിലേക്ക് പോകുന്നുള്ളത് ഉറപ്പാണ്. അതെ, ആ നിലക്ക് കുട്ടികളുടെ റിയലി അതൊരു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ തന്നെ പലപ്പോഴും പല ആൾക്കാരും ആന്ധ്ര ചീഫ് മിനിസ്റ്ററും തമിഴ്നാട് ചീഫ് മിനിസ്റ്ററും RSSന്റെ ചീഫ് ഇവരൊക്കെ കുട്ടികളെ കൂടുതൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഇവരൊക്കെ കുട്ടികളെ കൂടുതലാണെന്ന് ആ ഒരു കോൾ ചെയ്ത് കഴിഞ്ഞ് ആഹ്വാനം ചെയ്ത് ആ നിലക്ക് ഏടെ നമ്മളെ ഈ ഒരു ജനറേഷന് എങ്ങോട്ട് പോകുന്നതെന്ന് അത് ഒരു ചാലഞ്ച്. അതൊരു ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ ഞാൻ കൂടുതൽ കുട്ടികൾ വേണമെന്നല്ല, പക്ഷെ ദേ ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻ ആ ഒരു റേഷ്യോ ഇതാക്കുക. ഒരു ഫാമിലി ബോണ്ട്സും ടൈയും ഒന്നിച്ചിരിക്കുക. ഇറ്റ് വിൽ ബി എ ഗുഡ് ഡിസിഷൻ. അതായത് ഇപ്പോൾ സാറ് നമ്മുടെ മൈസൂരിലുള്ള ഹെറിറ്റേജ് സിറ്റി കോളേജ് സാർ റൺ ചെയ്യുന്നുണ്ട്, ചെയർമാനാണ്. അപ്പോൾ ഈ ഒരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയായിരുന്നു? ബേസിക്കലി ഇത് സർക്കാർ 60 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും റിട്ടയർ ആവും. ഞാനും നോർമലി റിട്ടയറായി. 2020 കർണാടക സർക്കാരിൻ്റെ സെക്രട്ടറി എന്നൊക്കെ ഞാൻ റിട്ടയറായി. അത് ഒരു സാറ്റിസ്ഫൈങ് ഇത്. പലപ്പോഴും പല ഗവൺമെൻറ് വേറെ പോസ്റ്റിങ് നോർമലി റിട്ടയർ ഓഫർ ചെയ്യാറുണ്ട്. എനിക്ക് ആ ഒരു എൻ്റെ പേഴ്സണൽ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റും ഇങ്ങനെയുള്ള ആ സെറ്റപ്പിൽ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരു ഓപ്പൺ തിങ്കിങ് വ്യക്തമായിട്ട് തെളിച്ച് പറയുന്ന ഉള്ളതുപോലെ തെളിച്ച് പറയുന്ന ഒരു സ്വഭാവക്കാരനോണ്ട് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ പലർക്കും ഈ റിട്ടയർ ആയ ഇയാൾക്ക് ഇറങ്ങിപ്പോവാൻ കഴിഞ്ഞല്ലേ, എന്നിട്ടും ഇവിടെ തന്നെ തൂങ്ങിക്കിടക്കുന്നല്ലേ ആ ഒരു ചിന്താഗതി. അത് വേണ്ട, ഞാൻ ഗവൺമെൻറ് പോസ്റ്റിന് ഓപ്റ്റ് ചെയ്തില്ല പലപ്പോഴും. അത് ആ നിലക്ക് പിന്നെ പലരും ഇങ്ങനെ പൊളിറ്റിക്സിൽ വരണം, MLAക്ക് നിൽക്കണം, ഇല്ലെങ്കിൽ MP നിൽക്കണം എന്ന് കേരളത്തിലും പറഞ്ഞു, ഇവിടെ കർണാടകത്തിലും പറഞ്ഞു, എനിക്ക് മഞ്ചേശ്വരത്തും പറഞ്ഞു, നൂദ്മയിലും പറഞ്ഞു. എനിക്ക് പിന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതുകൊണ്ട് താല്പര്യമില്ല അങ്ങനെയല്ല സാറേ. ഒരു പ്രത്യേക ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരു ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗം ആവാൻ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്? ഇല്ല, എനിക്ക് ബേസിക്കലി ഇന്നത്തെ സെറ്റപ്പിൽ പൊളിറ്റിക്സ് അത്തരം ഒരു തരം താണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പലരും പല വാഗ്ദാനങ്ങളും പ്രോമിസും ഇതൊക്കെ ചെയ്ത് പല തരത്തിലും ലൈഫിലെ പലതും കോംപ്രമൈസ് ചെയ്തേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അത് ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് പോകേണ്ടി വരുന്നത്, പലപ്പോഴും പറയാൻ പറ്റാത്ത സംഗതികൾ ഞങ്ങൾ പ്രോമിസ് പറയേണ്ടി വരുന്നത്, വാഗ്ദാനം പറ്റുന്നില്ലെങ്കിലും വാഗ്ദാനം ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു വ്യക്തിശുദ്ധി പലപ്പോഴും പലതരം ആ ഒരു ഇതുവരെ ഉള്ള ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ആ ഇതുമായിട്ടുള്ള പല രീതിയിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു ഇപ്പോഴത്തെ പൊളിറ്റിക്സിൽ, പബ്ലിക് ലൈഫ് സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട്. അത് ആ നിലക്ക് ഐ തോട്ട് ഇറ്റ് വിൽ ബി നോട്ട് ഫിറ്റ് ടു ബി ഇൻ പൊളിറ്റിക്സ്. ആ നിലക്കാണ് മെയിൻലി ഞാൻ അങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഇത്. എന്ത് വെച്ചാലും ദാറ്റ്സ് ഓൾവേസ് ദ പൊളിറ്റിക്സ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. അത് സമൂഹത്തിൽ വളരെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ഇതാണ്. ഒരു MLA ഒരു MP ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും.
ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ആർക്കും അവർ വിചാരിച്ചാൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ അതിലൊരു ഡൗട്ടുമില്ല. നമ്മൾ ഈ ഒരു പല കാര്യങ്ങളും നമുക്കിപ്പോൾ പറയാം, കോംപ്രമൈസ് ചെയ്യേണ്ടപ്പെടും. അല്ലല്ല, അങ്ങനെയല്ല. അമേരിക്ക വളർന്നതുപോലെയോ കൊറിയ വളർന്നതുപോലെയോ ഇല്ലെങ്കിൽ ജപ്പാൻ വളർന്നതുപോലെയോ നമ്മുടെ രാജ്യം വളർന്നിട്ടില്ല എന്ന് പറയാം. അതായിരിക്കാം സിംഗപ്പൂർ വളർന്നതുപോലെയോ ഇല്ലെങ്കിൽ ദുബായ് വളർന്നതുപോലെയോ. പക്ഷേ ലോകത്തിലൊരു 3/4 രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട് വളരെ പുരോഗമിച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിലെ ഒട്ടുമിക്കവാറും രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഏഷ്യയിലെ പല രാജ്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നല്ല എല്ലാ സൗകര്യവും ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്നത് നമ്മുടെ നാട്ടിലെ കാണുന്നത്. പാലമായെങ്കിലും കറണ്ടായെങ്കിലും വേറെ പല റോഡുകളായെങ്കിലും എല്ലാ സൗകര്യവും ഫെയർലി ഇതുണ്ട്. അപ്പോൾ ഇതിനും വളരാൻ പറ്റും. നല്ല ഇതിന് സ്കൂളും ഹെൽത്തും സ്കൂളും ഇതിനും പുരോഗമിക്കാൻ പറ്റും. ഇത് പറ്റായികയില്ല. ആ നിലക്ക് ഡെവലപ്മെൻറ്റ് അതിൻ്റേതായ ഒരു ലിമിറ്റേഷനുണ്ട്. ആ നിലക്ക് അത് ആ പൊളിറ്റിക്സ് ഐ തോട്ട് അതിനേക്കാളും കൂടുതൽ ഇതൊരു ഇങ്ങനെ കോളേജ് ഇങ്ങനത്തെ ഏതെങ്കിലും ഇത് 100% ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. പ്രത്യേകിച്ച് ഞാൻ കോവിഡ് സമയത്താണ് റിട്ടയർ ആയത്. അപ്പോൾ കോവിഡ് സമയത്ത് ഇങ്ങനെയുള്ള പോസ്റ്റിങ്ങിന് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് പാരാമെഡിക്കൽ ഹെൽത്ത് കോഴ്സുകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ആ നിലക്ക് ഈ പഠിച്ച ആൾക്കാർക്ക് ജോലി നിലവാരം ഇന്ത്യയിലുമാണ് വെളിയിലുമാണ്. ഡിമാൻഡ് അത് ഒന്ന്. അപ്പോൾ പിന്നെ പലപ്പോഴും പല രീതിയിൽ ഇപ്പോൾ ഈ കുട്ടികൾക്ക് അതേ സമയത്ത് തന്നെ കർണാടകത്തിൽ ഹിജാബിൻ്റെ പ്രശ്നം വന്ന് ഹിജാബ് പല കോളേജുകളിലും ഹിജാബ് ഇട്ട് വരാൻ പറ്റില്ല, ഇല്ല ഇങ്ങനെയുള്ള അങ്ങനെ ഒരു സെറ്റപ്പ് വന്നു. അപ്പോൾ ഇവിടെ ഏത് ഡ്രസ്സ് എല്ലാം ഫ്രീ ആയിട്ട് അവർക്ക് ഹിജാബ് ആണെങ്കിൽ ഹിജാബ് ഇട്ടും ആ ഒരു ഫ്രീഡമോട് പഠിക്കാനുള്ള ഒരു ഫ്ലാറ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അതും ഒരു ഇതാണ്. ലൈക്ക് ടു അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അത് ഇല്ലെങ്കിലും എങ്ങനെ ചെയ്യണോ വേണ്ടേ അത് കുട്ടികൾക്ക് ആ നിലക്കും അത് സാറിൻ്റെ കൈകൾ കൂടി ആകുമ്പോൾ തികച്ചും അത് ഉന്നതിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സംശയം വേണ്ട എന്നുള്ളത്. 4 കൊല്ലം കഴിഞ്ഞത് 5ാമത്തെ ബാച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് അടുത്ത ആഴ്ച ഫസ്റ്റ് ഗ്രാജുവേഷന് ഇതാണ്. ഇപ്പോൾ ഇപ്പോൾ കുട്ടികളെല്ലാം നല്ല റിസൾട്ടായിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പിയിൽ 100%, നഴ്സിംഗിൽ 97% റിസൾട്ട്, 34-33 കുട്ടികളും പാസ്സായി. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ കോഴ്സും കുട്ടികൾക്ക് അതിന് 5 കൊല്ലം കൊണ്ട് മൈസൂറിൽ തന്നെ ഒരു അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് വളരാൻ പറ്റി. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല, ചുരുങ്ങിയ ഒരു കാലഘട്ടം. അപ്പോൾ ഈ നിലയ്ക്ക് ഷുഡ് ബി ആൻഡ് പ്രത്യേകിച്ച് പിന്നെ ആ ഒരു ചൂഷണം ചെയ്യുന്ന ഒരു നിലക്കുള്ള അങ്ങനെയുള്ള ഒരു ഫീസ് സ്ട്രക്ചറും ഇല്ലാത്ത ഒന്ന് അത് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പല കുട്ടികൾക്കും ലോൺ എടുത്തു ഇതൊക്കെ അപ്പോൾ അവർക്കൊരു ഫ്രീ ആയി ഒരു അത് കുട്ടികളിൽ നിന്ന് തന്നെ ഞാനത് കേട്ടു സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി നമുക്ക്. ആ ഫാമിലിക്ക് ഈ സ്ഥാപനം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു അത് എപ്പോഴും ഞാൻ സംസാരിച്ചാലും ഞാൻ കുട്ടികളുടെ പലപ്പോഴും ഞാൻ അവരോട് ഞാൻ പറയും, നിങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ അച്ഛന് ദുബായിലോ ഒരിടത്തോ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശാണ്. അതിന് അത് ഞാൻ പലപ്പോഴും ഇവരോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ചിലർ പറയും എൻ്റെ അച്ഛന് ഡ്രൈവറാണ്, ഇല്ലെങ്കിൽ റബ്ബർ ടാപ്പിംഗ്, ഇല്ലെങ്കിൽ പെയിൻറ്ററാണ്, സാധാരണക്കാരുടെ പെയിൻറ്റർ, ഇല്ലെങ്കിൽ ഒരു തേങ്ങ വരയ്ക്കുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ്, ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കട, ഇലക്ട്രിക്കൽ ഷോപ്പ്, ഇങ്ങനെയുള്ള ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ബേർഡൻ ആവാൻ പാടില്ല എന്ന നിലക്ക് ആ നിലക്കാണ് ഇത് ഈ ഫീസ് സ്ട്രക്ചറും പേയ്മെൻറ്റിനും ഒരു ആനുകൂല്യം കൊടുത്തുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് സർ? നോ, ഒരു ഇഷ്യൂ ബേസിക്കലി എൻ്റെ പോയിന്റ് വെച്ചാൽ വർക്ക് ഹാർഡ്. ജീവിതത്തിൽ സക്സസ്സിന് ഇങ്ങനെ കഠിനാധ്വാനം ഇല്ലാതെ
ഏത് ഫീൽഡാണെങ്കിലും Easy അല്ല. ഇല്ല, നാട്ടിൽ കൃഷിയായെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തന നാട്ടിൽ അവന് പഞ്ചായത്ത് മെമ്പറും MLA യും MP യും എന്തെങ്കിലും വളരാനും ഒരു ഹാർഡ് വർക്ക് വേണം. ഏത് ഫീൽഡാണെങ്കിലും. ഇല്ലെങ്കിൽ ഒരു നാട്ടിലെ സ്കൂൾ നടത്തുക, ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി കിട്ടുകയാണെങ്കിൽ, കിട്ടിയാലും പോരാ, കിട്ടുന്നതിലും അതിലും വളർച്ച വേണമെങ്കിൽ നമ്പർ 1 ഒന്ന് കഠിനാധ്വാനം. ദാറ്റ് ലൈക്ക് ഹാർഡ് വർക്ക് യു ഷുഡ് ഡു. 1. നെക്സ്റ്റ് ദിസ് എ ഡിസിപ്ലിൻ ഇൻ ലൈഫ്. ഒരു അച്ചടക്കം, ഒരു ഇത് ആ ഒരു ഫ്രെയിം വർക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഏത് ലെവലിലായെങ്കിലും. നാളെ എത്ര സമ്പാദിച്ചെങ്കിലും അവർ അച്ചടക്കം, ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും നമ്മളെ കണ്ണിന് മുന്നിൽ തന്നെ. ഏത് ഉന്നത ലെവലിൽ പോസ്റ്റിലെത്തിയാലും ജോലിയിലെത്തിയാലും എത്തണമെങ്കിൽ ഫസ്റ്റ് അത് ഈ അധ്വാനവും അച്ചടക്കം വേണം. കുത്തനെ തകർന്നു പോകും. ഇതൊന്ന് ഈ ഒരു കൊട്ടാരം പോലെ. അതെ, അത് ആ നിലക്ക് ഡു. 1 is hard work, discipline, then dedication, and take care of your near and dear one. തീർച്ചയായിട്ടും വന്ന വഴി മറക്കരുത്. thing. ഒരൊറ്റ ഒരു ക്വസ്റ്റ്യൻ കൂടി സാർ. അതായത് സാറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു നിമിഷം ലൈഫിൽ, അത്രക്കും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്ക് ഒരു കാര്യമായിട്ടില്ല. ആയിട്ടില്ല. അതിനൊന്നും ഞാൻ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ആ ഒരു ഇതല്ല. ഇത് ഏതൊരു നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കടമ്പകളും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഹേർഡിൽസ് വിൽ കം അക്രോസ്. അത് ഐ ക്ലോസ് ഇറ്റ് ലൈക്ക് ഫ്രഞ്ച് റെവല്യൂഷനിൽ, ഫ്രഞ്ച് വിപ്ലവത്തിൽ രാജാവിനോട് പറയാം, ദറ്റ് ഇഫ് യു വാണ്ട് ടു ഹാവ് ഓംലെറ്റ് യു ഷുഡ് ഹാവ് ഗേൾസ് ടു കറേജ് ടു ബ്രേക്ക് എഗ്. ഓംലെറ്റ് തിന്നണമെങ്കിൽ മുട്ട പൊട്ടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ഞാൻ ചെറിയ നിലക്ക് പറഞ്ഞാണ്. അപ്പോൾ എന്ത് ഒരു കാര്യം ചെയ്യേണ്ട മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പല കടമ്പകളും വേർക്കേണ്ടത്. അത് തന്നെ തല പുകഞ്ഞ് അതിനെ തിരിച്ചിട്ട് അതിനെ തിക്കിയിട്ട് അതിനെ പിന്നിൽ പോകുന്നതല്ല. ഓക്കെ, ദറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈഫ്. ഏത് എല്ലാ ഇൻസിഡൻസ് എല്ലാ ദറ്റ് ലൈക്ക് ഇറ്റ് വിൽ ബി. പലപ്പോഴും ഞാൻ വിചാരിക്കും ഇതെന്ത് എനിക്കായിട്ട് ഇങ്ങനെ വന്നല്ല, എന്തുകൊണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഒരു വിരൽ കാണിക്കുമ്പോൾ 4 വിരൽ നമ്മളെ തിരിച്ചു ചൂണ്ടുന്നു. അപ്പോൾ ആ നിലക്ക് ദറ്റ് ലൈക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെക്കാളും ഉയർന്ന നിലക്ക് എത്തിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും മേലോട്ട് മാത്രം നോക്കുന്നതല്ല, താഴോട്ട് നോക്കണം. അപ്പോൾ എൻ്റെ അത്രയും എത്താത്ത ആൾക്കാർ എന്നെക്കാളും കൂടുതൽ സൗകര്യത്തിൽ ജനിച്ച് എൻ്റെ അത്രയും എന്നെക്കാളും താഴെയുള്ള പല ഉണ്ട്. നമ്മൾ ചുറ്റുവട്ടത്തിൽ തന്നെ നോക്കിയാൽ കാണുന്നുണ്ട്. അയാൾ മറ്റാള് ഇന്നാളെ വലിയ ആളെ മകനാണ്, മറ്റേ ഇത് അത്ര സൗകര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. സോ ദി തിങ് ഈസ് ലൈഫ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൽ പല കടമ്പകളും വരും, ഹേർഡിൽസ് വരും. ഹേർഡിൽസ് ഇല്ലാതെ ഒരു ലൈഫ് ഇല്ല. അതിന് യു ഷുഡ് ടേക്ക് ഇറ്റ് ഇൻ യുവർ സ്ട്രൈറ്റ്, പോസിറ്റീവ് ആൻഡ് മാർച്ച് ഫോർവേഡ്. അതായിരിക്കും എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നോട്ട്. ഇത് ലൈക്ക് ഇങ്ങനെ വെള്ളം അത് പോയതിനെ പറ്റി കുറേ അതിനെ തല പുകച്ചിട്ട് ഞങ്ങളുടെ ജീവിതം വായിക്കുന്നതിന് പകരം ഇനി വരാനുള്ളതിനെ എങ്ങനെ നേരിടാം, എങ്ങനെ ചെയ്യാൻ, ദാറ്റ് ഷുഡ് ബി അവർ ലൈഫ്. പിന്നെ സാർ റിട്ടയർഡ് ആയി എന്ന് പറയുന്നു, ചില ജരാനരകൾ ബാധിച്ചെങ്കിലും സൂപ്പർ മാഷാ അല്ലാ ഗ്ലാമർ ഇന്നും സാറ് മെയിൻറ്റെയിൻ ചെയ്തു. അതെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഗ്ലാമർ കോളേജ് ടൈമിലൊക്കെ. ഇന്നും മാഷാ അല്ലാ ഗ്ലാമർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഹെൽത്തിന്റെ കാര്യത്തിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒന്ന് മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ, സമാധാനം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ബാക്കിയുള്ള പിന്നെ കൂടുതൽ എന്ത് വെട്ടിപ്പിടിക്കണമെന്നൊരു ആ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ എല്ലാം കൂളായി.
അപ്പോൾ സാർ ഇത്രയും സമയം ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞാനൊന്ന് വിളിച്ചപ്പോൾ തന്നെ തന്ന ഈ സമയത്തിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിൻ്റെ അനുഭവം വരും തലമുറക്ക് അത് വലിയൊരു അഡ്വൈസ് ആയിരിക്കും. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, ഷുവർ.